ബയാനെ കുറിച്ചൊരു റിവിഷൻ എന്നുള്ള രൂപത്തിലൂടെ പെട്ടെന്ന് പറഞ്ഞോട്ടെ. ബയാനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. എന്നാലും ബലാഗനെ ഓവറോൾ നോക്കുകയാണല്ലോ, മനസ്സിലാക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ബയാനെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് സെഷനിലേക്ക് കേൾക്കാം. ഇതൊരു ടോട്ടലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഏകദേശം മജാസിന്റെ പാർട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് സാർ. നോക്കാം. നമുക്ക് മജാസ് ആക്കിനായ സംഭവം വോയിസ് ബ്രേക്ക് ഉണ്ടേ. പ്രശ്നമുണ്ടോ? ഇപ്പുണ്ടോ? ആ, വോയിസ് ബ്രേക്ക് ഉണ്ട്. ഹലോ, ഇപ്പൊ ഓക്കെ ആണോ? ആ, ഇപ്പൊ ഓക്കെ. ഓക്കെ ഓക്കെ, പ്രശ്നം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ ഇൽമുൽ ബയാൻ എന്നാൽ അൽ ഫന്നു അല്ലദി യുറഫു ബിഹി ഇറാദുൽ മാനിൽ വാഹിദി ബിതുറഖിൻ മുഖ്തലിഫ. അതായത് ഒരു ആശയം മാത്രം അത് വ്യത്യസ്ത രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഇൽമിനെ കുറിച്ചിട്ടാണ്, വിജ്ഞാന ശാഖയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് നമുക്ക് ഒരു ആശയം തന്നെ ആയിരിക്കും, എനിക്ക് വിശക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്താണ്, അവൻ എന്താണ്, ധനികനാണ്, ധർമ്മിഷ്ഠനാണ് എന്നുള്ള ഒരു ആശയം നമുക്ക് പല രൂപത്തിൽ നമുക്ക് തശ്ബീഹായിട്ട് പറയാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ മജാസായിട്ട് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഹക്കീക്കത്തായിട്ട് പറയാൻ പറ്റും, അതൊന്നും അല്ലെങ്കിൽ കിനായത്തായിട്ടൊക്കെ ഈ ആശയത്തെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ വ്യത്യസ്ത ആശയങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ ഒരു ആശയത്തെ, ഒരു മാനയെ അല്ലെങ്കിൽ ഒരു ആശയത്തെ പറയാനുള്ള ആ ഒരു അതിനെ കുറിച്ച് പറയുന്ന ഇൽമാണ് ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ ഫസ്റ്റത്തെ ഡിസ്കഷൻ ആയിട്ട് വരുന്നത് ഇൽമുൽ തശ്ബീഹാണ്. ഓക്കെ, തശ്ബീഹാണ് ഇതിൽ ഫസ്റ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. തശ്ബീഹ് എന്താണ്? ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനെ തുല്യമാക്കുക. മുമാസലത്ത് എന്നാണ് ലോകത്തിൽ അതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ മുഷാറക്കത്ത് ഷൈഇൻ ബിസബബ്. ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോണ്ടല്ല പെട്ടെന്ന് പോകുന്നത്. ഉദാഹരണം ഫുലാനുൻ കൽ ബഹർ അല്ലെങ്കിൽ അർറജുലു കൽ അസദി ഫീ ഖുവ്വത്തിഹി. തശ്ബീഹാകുമ്പോൾ നമുക്കറിയാം അതിലൊരു മുശബ്ബഹ് ഉണ്ടാകും, മുശബ്ബഹ് ബിഹി ഉണ്ടാകും, വജ്ഹു ശബഹ് ഉണ്ടാവും, അതായത് തശ്ബീഹ് ഉണ്ടാവും. ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് തശ്ബീഹ് ആകുക. ഈ 4 കളികൾക്കാണ് അർക്കാനു തശ്ബീഹ് എന്ന് പറയുന്നത്. അപ്പൊ ചില തശ്ബീഹിൽ എന്താണ്, എല്ലാ തശ്ബീഹിന്റെ റുക്നുകൾ ഉണ്ടെങ്കിലും അത് പറയപ്പെടണമെന്നില്ല. ചിലപ്പോൾ അത് പറയപ്പെടാത്തതിനെ മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ അത് കളയപ്പെടും. അപ്പൊ കളയപ്പെടുമ്പോൾ സംഭവം തശ്ബീഹ് തന്നെയാണ്, പറയപ്പെട്ടിട്ടില്ല എന്നുള്ളൂ. സംഭവം തശ്ബീഹിന്റെ റുക്കിന് ഉണ്ടെങ്കിലും അത് പറയപ്പെട്ടിട്ടില്ല, അത് ഉണ്ടായിരുന്നു, പിന്നെ കളയപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലതിനെ പറയപ്പെടും, ചിലതിനെ കളയപ്പെടും, അങ്ങനെയൊക്കെ രൂപത്തിൽ തശ്ബീഹ് ഉണ്ടാവും. അപ്പോ അർത്ഥത്തിൽ അത് അവിടെ ഉണ്ടെങ്കിലും അതെന്താണ്, ലഫ്ദിൽ അത് ഉണ്ടാകൂല, കളയപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ വജ്ഹു ശബഹ് ചിലപ്പോൾ കളയപ്പെടും, അല്ലെങ്കിൽ അതാത് തശ്ബീഹിനെ ചിലപ്പോൾ കളയപ്പെടും, അല്ലെങ്കിൽ രണ്ടിനെയും കളയപ്പെടും. ആ രൂപത്തിലൊക്കെയുള്ള തശ്ബീഹിന്റെ വ്യത്യസ്ത പേരുകളാണ് തശ്ബീഹ് താമ്മ്, തശ്ബീഹ് മുഅക്കദ്, തശ്ബീഹ് മുജ്മല്, തശ്ബീഹ് ബലീഗ്, അതുപോലെ തശ്ബീഹ് മുർസല്, തശ്ബീഹ് മുഫസ്സല്. സംഭവങ്ങളൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. സാറേ പറയുന്നുണ്ട് എന്തെങ്കിലും? ഇല്ല. അടുത്തായിട്ട് തശ്ബീഹിന്റെ മറ്റൊരു ഇനങ്ങളാണ് തശ്ബീഹ് തംസീലി എന്ന് പറയുന്നത്. അതായത് ഞാൻ തശ്ബീഹ് ബലീഗ്, അതുപോലെ തന്നെ മുഅക്കദ്, ഇതൊക്കെ ഓരോ തശ്ബീഹ് താമ്മ് എന്ന് പറഞ്ഞാല് തശ്ബീഹിന്റെ എല്ലാ 4 റുക്നുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് തശ്ബീഹ് താമ്മാകുക. തശ്ബീഹ് മുഅക്കദ് ആകുമ്പോൾ അതാത് തശ്ബീഹിനെ കളയപ്പെടുന്നു, തശ്ബീഹ് മുഅക്കദ് പറയും. വജ്ഹു ശബഹിനെ കളയപ്പെടുമ്പോൾ തശ്ബീഹ് മുജ്മല് എന്ന് പറയും. വജ്ഹു ശബഹിനെയും അതാത് തശ്ബീഹിനെയും കളയപ്പെടുമ്പോൾ തശ്ബീഹ് ബലീഗ് എന്ന് പറയും. ഇനി തശ്ബീഹ് മുർസല്, മുഫസ്സല്. മുർസല് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാത് ശബഹിനെ പറയപ്പെടുമ്പോൾ മുർസലായിട്ടും കളയപ്പെടുമ്പോൾ അതും എന്താണ്, മുഅക്കദായിട്ടും വരും. അതുപോലെ തന്നെ വജ്ഹു ശബഹിനെ പറയപ്പെടുമ്പോൾ തശ്ബീഹിന്റെ പേരാണ് തശ്ബീഹ് മുഫസ്സല് എന്ന് പറയുന്നത്. ഓക്കെ, വജ്ഹു ശബഹിനെ കളയപ്പെടുമ്പോൾ തശ്ബീഹ് മുജ്മലായിട്ടും പറയപ്പെടും. രണ്ടിനെയും കളയപ്പെടുമ്പോൾ തശ്ബീഹ് ബലീഗും, രണ്ടിനെയും പറയപ്പെടുമ്പോൾ തശ്ബീഹ് താമ്മും. ഓക്കെ, അങ്ങനെ 6 രൂപത്തിൽ നമുക്ക് എന്താവാ, ഈ തശ്ബീഹിന്റെ റുക്നുകൾ പറയപ്പെടുന്നതിനനുസരിച്ചും കളയപ്പെടുന്നതിനനുസരിച്ചും തശ്ബീഹ് നമുക്ക് തഖ്സീമാക്കാൻ പറ്റും. ഇനി വേറെ രൂപത്തിൽ തശ്ബീഹ് തംസീലി എന്ന് പറയുന്നത്. തശ്ബീഹ് തംസീലി എന്ന് പറഞ്ഞാല്
ഈ വജുഷബ് സാധാരണ വജുഷബൊക്കെ ഒരു കാര്യമായിരിക്കും, ഭംഗിയുടെ വിഷയത്തിൽ ഒന്നിനെ തശ്ബീഹാക്കും, അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ, അതല്ലെങ്കിൽ ധീരതയുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ നീളത്തിന്റെ വിഷയത്തിൽ, തടിയുടെ വിഷയത്തിൽ, നിങ്ങൾക്ക് ഒരു വിഷയത്തിലായിരിക്കും സാധാരണ തശ്ബീഹുകളിലൊക്കെ ഒന്നിനെ മറ്റൊരു തശ്ബീഹാക്കല്. ഇവൻ അവനെ പോലെയാണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിലായിരിക്കും. എന്നാൽ തശ്ബീഹ് തംസീല് എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്ത കാര്യങ്ങൾ, സൂറത്തും മുൻതസാത്ത്, ആ ഒരു കീവേഡ് പഠിച്ചു വെക്കട്ടോ. സൂറത്തും മുൻതസാത്തും മിൻ മുതഅദ്ദിദ്, വ്യത്യസ്ത കാര്യങ്ങളാൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പിക്ചർ, കുറെ കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയുള്ള ഒരു പിക്ചർ, അതാണ് ഇവിടെ വജഹു ശബഹ് എങ്കിൽ ആ തശ്ബീഹിനെ ഒരു തശ്ബീഹ് തംസീൽ എന്ന് പറയും. ഓക്കെ, മനസ്സിലാണ്. സാധാരണ വജഹു ശബഹിന് ഒരു ഷെയ് ആയിരിക്കും, പക്ഷെ വജഹു ശബഹ് ചിലപ്പോ സൂറത്തും മുൻതസാത്തും മിൻ മുതഅദ്ദിദ് ആയിട്ട് വരാം. സൂറത്ത് മുൻതസാത്തും മിൻ അങ്ങനെ പറഞ്ഞാൽ എന്താ, വ്യത്യസ്ത കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയ, അതായത് നീളമുണ്ട്, വീതിയുണ്ട്, അതുപോലെ തന്നെ ഭംഗിയുണ്ട്, അങ്ങനെ കുറെ സിഫത്തുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പിക്ചർ. അത് മറ്റൊരാളുണ്ടാകുമ്പോൾ നമ്മൾ എന്താ, ഇവൻ അവനെ പോലെയാണെന്ന് അറിയില്ല. അപ്പൊ ഏത് വിഷയത്തിലാണ് തശ്ബീഹ്? ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല, കുറെ കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് തശ്ബീഹ് ആക്കുന്നത്. അപ്പൊ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയ സംഭവമാണ് വജഹു ശബഹ് എങ്കിൽ അതിനെന്താ പറയുക, തശ്ബീഹ് തംസീൽ. അപ്പൊ ആ ഒരു വാക്ക് പഠിച്ചു വെക്കാം, സൂറത്തും മുൻതസാത്തും മിൻ മുതഅദ്ദിദ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഹഖീഖത്ത് മജാസ് എന്ന് പറഞ്ഞു. ഹഖീഖത്ത് മജാസ് എന്താ, നമ്മളൊരു ഉദാഹരണം പറഞ്ഞുതരൂ കേട്ടോ സാറേ, ഒരു ഉദാഹരണം പറഞ്ഞുതരൂ. ഇതിലുണ്ട് ഈ തംസീലിന് മുതഅദ്ദിദായിട്ടുള്ള. ഓക്കെ ഓക്കെ, അതായത് തശ്ബീഹ് എന്താ പറയാ, ഇതിന് ഉപയോഗിക്കുന്നതാണ് കഅന്ന മുസാറൻ നഖി ഫൗഖ റഊസിന. ആ ബഷാറിന് പുറത്തുന്ന പാട്ടുണ്ടല്ലോ, അതായത് ഒരു യോദ്ധാവ് എന്താണ് യുദ്ധത്തിൽ വാള് പിടിച്ച് പൊടിപടലങ്ങൾക്കിടയിലൂടെ അയാൾ വാള് ഇങ്ങനെ, അത് കവിത അവിടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മള് 1 മണിക്കൂറോടെ നമുക്ക് ബയാനും മാനും കംപ്ലീറ്റ് ആക്കണം. അപ്പൊ ഞാൻ പരമാവധി ഉദാഹരണങ്ങൾ സ്കിപ്പ് ചെയ്താണ് നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യാൻ വേണ്ടിട്ട്. ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാ, ഒരു യോദ്ധാവ് അന്ന മുസാർ എന്നിട്ടുള്ള ഒരു ബൈത്ത് ഉണ്ട് ബഷാറിന് പുറത്ത്. നിങ്ങൾ ഇത് ഈ തശ്ബീഹ് തംസീൽ എന്നുള്ളത് ബലാഗത്തുൽ വാളിഹ എന്ന കിതാബിൽ നോക്കിയാല്, അല്ല ഏത് വെബ്സൈറ്റിൽ അടിച്ചു പോയാലും അതിന് ഫസ്റ്റ് ഉദാഹരണമായിട്ട് വരുന്നത് ആ ബഷാറിന്റെ കവിതയാണ്. അപ്പൊ ആ ഒരു കവിത ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു യോദ്ധാവ് യുദ്ധപ്പുറത്ത് കുതിര പടയാളികൾക്കിടയിൽ പൊടിപടലങ്ങൾക്ക് ഇടയിൽ അയാളുടെ വാള് ഉയർത്തിപ്പിടിക്കുമ്പോൾ വാളിങ്ങനെ വെട്ടിത്തിളങ്ങുന്നത്, ആ സംഭവത്തെ എന്തിനാണ് തശ്ബീഹാക്കണേ? ഒരു സബർജദ് എന്ന് പറയുന്ന ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു പൂവുണ്ട്, ഒരു പൂവ്. ആ പൂവിന്റെ തിളക്കത്തോടെ ഞാൻ സാദൃശ്യപ്പെടുത്താണ്. ഒരു പൂവല്ല, സബർജദ് ശരിക്കും ഒരു മുത്താണ്. ഓക്കെ, ഒരു പവിഴം പോലത്തെ ഒരു മുത്താണ്. അപ്പൊ അതിന്റെ വെട്ടിത്തിളക്കത്തോട് ഇതിന് സാദൃശ്യപ്പെടുത്തണം. അപ്പൊ ഇത് തമ്മിലുള്ള തശ്ബീഹ് എന്താണ്? അതായത് ഇവിടെ ഒരു കാര്യത്തിലല്ല തശ്ബീഹാക്കുന്നത്, വാളിന്റെ തിളക്കത്തിലല്ല തശ്ബീഹ്, കുറെ ആളുകൾക്കിടയിൽ പൊടിപടലങ്ങൾക്കിടയിൽ ഉള്ള ആ വാളിന്റെ വെട്ടിത്തിളക്കം ഉണ്ടോ. അപ്പൊ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയ സംഭവത്തിലാണ് തശ്ബീഹാക്കുന്നത്. അങ്ങനത്തെ ഇതിനാണ് തശ്ബീഹ് തംസീലാണ്. അപ്പൊ നമ്മള് ഇതിന് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, ഇതില് ആ ബലാഗത്തുൽ വാളിഹയിൽ 2-3 ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, അത് അതേപോലെ പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് അതിന്റെ അപ്പുറത്തുനിന്നുള്ള ഇത് ഏതിന്റെ ഉദാഹരണമായിരിക്കും? ഇതിൽ വലായിലുള്ള എങ്ങനെ അത് ഇതേപോലെ തന്നെയാണ് തശ്ബീഹ് തംസീലിന് ഉദാഹരണമായിട്ട് കൂട്ടാൻ. അതെ വലയിലിൻ കബാഹിരിൻ, അതെ ഗൈറു തംസീൽ, തംസീൽ അല്ലാത്ത സാധാ തശ്ബീഹിന് ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ഹഖീഖത്ത് മജാസ്. ഹഖീഖത്ത് എന്നാൽ എന്താണ്? ഒരു ലഫ്ലിനെ അല്ലെങ്കിൽ ഒരു കെലിമത്തിനെ അതിന്റെ ലോകത്തിൽ അതിന് എന്തിനാണ് വെക്കപ്പെട്ടത് ആ മാനക്കിന് ഉപയോഗിക്കുമ്പോഴാണ് അതിന് ഹഖീഖത്ത് അറിയാം. അതല്ലാത്ത വെക്കപ്പെട്ട മാന അല്ലാത്തതിൽ ഉപയോഗിക്കുമ്പോൾ ഒയിരി മാന ഒയിർ എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ വെക്കപ്പെട്ട അസ്ലിയായ മാന, അതിന് വെക്കപ്പെട്ട മാന ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഹഖീഖത്ത് എന്നും, അതല്ലാത്തതിൽ ഉപയോഗിക്കുന്നത് മജാസ് എന്ന് പറയും. അപ്പോ അസദൻ ഫി ഹദീഖത്തുൽ ഹയവാനാത്ത്, ഞാനെന്ത് ചെയ്തു, ഹദീഖത്തുൽ ഹയവാനാത്ത് സൂൽ, ഒരു മൃഗശാലയിൽ ഞാൻ സിംഹത്തെ കണ്ടു എന്ന് പറയുമ്പോൾ ആ സിംഹം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ സിംഹം തന്നെയാണ്. നേരെ ഞാൻ എന്താണ്, എന്റെ വീട്ടിൽ ഒരു സിംഹത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? വീട്ടിൽ സാധാരണ സിംഹം ഉണ്ടാവില്ലല്ലോ. സിംഹത്തെ പോലെ ധീരനായ ഒരു മനുഷ്യനെ കണ്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിംഹം എന്നുള്ള ഉദ്ദേശിക്കുന്നത് അസുലയമാനല്ല, അപ്പൊ അസദ് എന്നുള്ളത് മജാസാണ്. ഓക്കെ, അപ്പൊ നമ്മള് സാഹചര്യത്തിനനുസരിച്ചിട്ട് എന്താണോ നോക്കണം. അതെ, ഒരാൾ കമന്റ് ചെയ്ത് സംശയ നിവാരണ അവസാനത്തിലേക്ക് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം
നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഡൗട്ട് ജസ്റ്റ് നിങ്ങൾ കയ്യിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഫോണിലോ അല്ലെങ്കിൽ എവിടെയും നോട്ട് ചെയ്ത് വെക്കാം. ഇടയ്ക്ക് എന്താ ഡൗട്ട് ഡിസ്കഷൻ ആകുമ്പോൾ ഒരാൾക്ക് ഡിസ്റ്റർബൻസ് ആവും. അപ്പം നമുക്ക് പറഞ്ഞ സമയത്തിന് നമുക്ക് എല്ലാവരെയും കവർ ചെയ്യാണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ബാക്കി സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യട്ടോ. കാരണം ഞാനല്ലല്ലോ, ഇതിൽ ഏകദേശം 200ഓളം ആളുകളുണ്ട്. എല്ലാവർക്കും നമുക്ക് ഷെയർ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ആൻസർ ചെയ്യാം. എനിക്ക് അറിയാത്തവരാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആൻസർ ചെയ്യല്ലോ. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ഇതാണ് ഹക്കീക്കത്ത് മജാസ്. മജാസ് എന്നതാണ് ഇസ്തിമാലുൽ ലഫ്ളി ഫി ഗൈരി മാനാഹുൽ അസ്ലി അല്ലദി ബുദിഅ ലഹു ഫിൽ ലുഗത്തി. ഇതാണ് ബേസിക്കലി ഹക്കീക്കത്ത് മജാസ് എന്നത്. ഇനി നമ്മൾ മജാസിനെ പല രൂപത്തിൽ തഖസീമാക്കാൻ പോവാണ്. മജാസ് എന്ന് പറയുന്ന മജാസ് അഖ്ലി ഉണ്ട്, മജാസ് ലുഗവി ഉണ്ട്. അങ്ങനെ നമ്മൾ തശ്ബീഹാക്കണം, തഖസീമാക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് മജാസ് യൻഖസിമുൽ മജാസ് എന്താണ് ലുഗവി ഉണ്ട്, അഖ്ലി ഉണ്ട്. ലുഗവി എന്ന് പറഞ്ഞാൽ എന്താ? ലഗവി എന്നാൽ ഒരു ലഫ്ലിൽ അൽ-ലഫ്ൽ മുസ്തഅമൽ ഫീ ഗൈരി മാ ഉദിയ ലഹു ലി അലാഖത്തിൻ മഅ ഖരീനത്തിൻ മാനിയത്തിൻ മിൻ ഇറാദത്തിൽ മാൻ ഹഖീഖി. ഹഖീഖിയാൻ ഉദ്ദേശിക്കുന്ന തൊട്ട് വിലങ്ങുന്ന ഒരു സാഹചര്യത്തിലോടുകൂടെ ഒരു ലഫ്ലിന് വെക്കപ്പെട്ട മാനല്ലാത്തതിൽ, അതിന്റെ അസ്ലിയായ മാനല്ലാത്തതിൽ ഉപയോഗിക്കുമ്പോൾ അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ മജാസ് ലഗവി എന്ന ഒരു ലഫ്ലിലായിരിക്കും ഉണ്ടാകുക, ഒരു ജുംലയിലല്ല. ഫെയിലും ഫായും കൂടി ചേർന്ന ജുംല, മുബ്തദ ഖബർ കൂടി ചേർന്ന ജുംല. ഈ ജുംലയിലാകുമ്പോൾ ഈ ഒരു ജുംല ഇസ്നാദ് മുസ്നദിലേക്കാണല്ലോ ജുംല എന്ന് പറയുന്നത്. ഇസ്നാദിലാകുമ്പോൾ അതിന് മജാസ് അഖ്ലി എന്ന് പറയട്ടോ. അത് അത്ര പഠിച്ചാൽ മതി. മജാസ് അഖ്ലി പറഞ്ഞാൽ ഇസ്നാദിലുള്ള മജാസാണ്. ഇസ്നാദിലുള്ള മജാസിനാണ് മജാസ് അഖ്ലിയറ. അത് ആ ഫെയിലിലും അല്ല മജാസ്, ആ ഫായിലും അല്ല മജാസ്. ആ ഫെയിലും ഫായിലും കൂടി ചേർന്നൊരു അവസരത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മുഖ്യമന്ത്രി പാലം നിർമ്മിച്ചു. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മജാസ് അല്ല, പാലം നിർമ്മിച്ചു എന്ന് പറയുന്നത് മജാസ് അല്ല. പക്ഷെ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ആ മജാസ് വരുന്നത്. അതാണ് മജാസ് അഖ്ലി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. മജാസ് അഖ്ലിയാണ് ഇസ്നാദിലുള്ള മജാസ്. ഓക്കെ, മജാസ് ലുഗവി ആകുമ്പോൾ അതൊരു ലഫ്ദിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ഫെയിലിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഹർഫിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇസ്മിൽ മാത്രമായിരിക്കും. ഇതിനാണ് മജാസ് ലുഗവിയർ. ഓക്കെ, നമ്മള് കൂടുതലായിട്ട് ഇങ്ങനെ മജാസ് ലുഗവി ശ്രദ്ധിക്കാൾ യകുനു ഫിൽ കലിമത്തിൽ മുഫ്രദ് ഉണ്ടാവും. ഒറ്റ കലിമത്തിലായിരിക്കും മജാസ് ലുഗവി ഉണ്ടാകുക. അതിന് ഉദാഹരണമാണ് റഅയ്തു അസദൻ യഖുത്തു. എന്താണ്? ഒരു ചിത്രം വരയ്ക്കുന്ന സിംഹത്തെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഇവിടെ അസദ് എന്ന് പറഞ്ഞ വാക്കിൽ മാത്രമാണ് ഇവിടെ. സാധാരണ സിംഹം ചിത്രം വരക്കാറില്ലല്ലോ. ഓക്കെ, അപ്പൊ ഈ ചിത്രം വരക്കുന്ന സിംഹത്തെ ഞാൻ കണ്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു മനുഷ്യനാണ് ചിത്രം വരക്കുന്നത്. പക്ഷെ ധീരനായ മനുഷ്യനായതുകൊണ്ട് അയാളുടെ ധീരതയുടെ വിഷയത്തിൽ സിംഹത്തോട് സാദൃശ്യപ്പെടുത്തിയിട്ട് ആ റജുലിന്റെ പകരം അസദിനോട് മജാസായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ അസദ് എന്ന് പറയുന്ന ആ ഒരു ലഫ്ലിലാണ് ഇവിടെ മജാസായിട്ട് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇത് മജാസു ലുഗവിയാണ്. ഓക്കെ, ഇനി നമ്മൾ തീർന്നില്ല കേട്ടോ. അപ്പൊ മജാസിനെ രണ്ട് ഖിസ്മാക്കി, മജാസ് അഖ്ലി, മജാസ് ലുഗവി. ഈ മജാസ് ലുഗവി നമ്മൾ രണ്ടിട്ട് തനിക്കാണ് മജാസ് മുർസല്, ഇസ്തിയാറത്ത്. മജാസ് മുർസലിന് മറ്റൊരു പേരാണ് മജാസും ഫിൽ മുഫ്രദ് എന്ന് പറയും. അല്ലെങ്കിൽ എന്താണ് മജാസ് മുർസല്, ഇസ്തിയാറത്ത്. അങ്ങനെ ഉണ്ടാക്കി നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പൊ മജാസ് ലുഗവിനെയാണ് രണ്ടാക്കിയിരിക്കുന്നത്, മജാസ് മുർസൽ, ഇസ്തിയാറത്ത്. അപ്പൊ അതെങ്ങനെ തിരഞ്ഞെടുക്കാം? മജാസ് ലുഗവിയിൽ നമ്മൾ പറഞ്ഞു ഒരു ലഫ്ലിനെ അതിന്റെ മാന അല്ലാത്തതിൽ എന്തെങ്കിലുമൊക്കെ അലാഖത്ത് ഉണ്ടെങ്കിൽ, ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാന അല്ലാത്തതിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആ ബന്ധം എന്ത് ബന്ധമാണ്? ബന്ധം ഒരു പക്ഷെ രണ്ടും പരസ്പരം ഒരേപോലെ ആയിരിക്കും, മുഷാബഹത്തായിരിക്കും. രണ്ടും തമ്മിലുള്ള രണ്ടു അലാഖത്ത് ഉണ്ടെങ്കിലേ തശ്ബീഹാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മജാസായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അലാഖത്ത് ഒരു പക്ഷെ പരസ്പരം സാദൃശ്യത എന്നുള്ള അലാഖത്തായിരിക്കും, മുഷാബഹത്ത് എന്ന അലാഖത്തായിരിക്കും. മുഷാബഹത്ത് എന്ന അലാഖത്താണെങ്കിൽ ആ മജാസിന്റെ പേരാണ് ഇസ്തിയാറത്ത് എന്ന് പറയും. മജാസ് ലുഗവിയില് ഒരു അലാഖത്ത് ഉണ്ടെങ്കിൽ ലഫ്ലിനെ മറ്റൊരു മാനക്ക് ഉപയോഗിക്കാം. ആ അലാഖത്ത് മുഷാബഹത്താണെങ്കിൽ ആ മജാസിനെ പറ്റി ഇസ്തിയാറത്ത് എന്ന് പറയും. അലാഖത്ത് മുഷാബഹത്ത് അല്ലെങ്കിൽ, മുഷാബഹത്തിന്റെ പരസ്പര സാദൃശ്യത, ആ ബന്ധം അല്ല, വേറെ പല ബന്ധങ്ങളും ഉണ്ടാവും. ഇത് പണ്ട് അങ്ങനെ ആയിരുന്നു, ഇപ്പൊ അങ്ങനല്ല, അല്ല ഇപ്പൊ ഇനി കുറെ കഴിഞ്ഞ് ഇങ്ങനെ ആവും, ഇപ്പൊ അങ്ങനല്ല. അങ്ങനെ ശേഷം പരിഗണിച്ചിട്ടോ അല്ലെങ്കിൽ വരാൻ പോലെ പരിഗണിച്ചിട്ടോ അങ്ങനെ പല ബന്ധത്തിലും ഉണ്ടാവും ലഫ്ലിനെ വേറെ മാനക്ക് ഉപയോഗിക്കാം. അപ്പൊ മുഷാബഹത്ത് അല്ലാത്ത അലാഖത്താണെങ്കിൽ, അതായത് ഗൈറുൽ മുഷാബഹത്താണ് അലാഖത്തെങ്കിൽ അത് മജാസ് മുർസലും, മുഷാബഹത്താണ് അലാഖത്തെങ്കിൽ അത് ഇസ്തിയാറത്തുമായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? മജാസ് മുർസലിന്റെ താരീഫാണ് പറയുന്നത് കലിമത്തുൻ ഉസ്തിമദ് ഫീ ഗൈരി മാന അസ്ലി അലാഖത്തിൻ ഗൈരി മുഷാബഹത്ത്. മുഷാബഹത്ത് അല്ലാത്ത ഒരു അലാഖത്ത് ഉണ്ടെങ്കിൽ അസ്ലിയ മാന അല്ലാത്തതിൽ ഉപയോഗിക്കുമ്പോൾ മജാസ് മുർസലാണ്. ഇനി എന്താണ് ഇസ്തിയാറത്ത് എന്തായിരിക്കും? അപ്പൊ ഇസ്തിയാറത്ത് എന്തായിരിക്കും? ഇസ്തിമാൽ ലഫ്ലി ഫീ ഗൈരി മാന ഹഖീഖി അലാഖത്തിൽ മുഷാബഹത്തി. മുഷാബഹത്ത് എന്ന് പറയുന്ന ബന്ധത്തിന് വേണ്ടി ഒരു ലഫ്ലിനെ അതിന്റെ ഹഖീഖി അല്ലാത്ത മാന ഉപയോഗിക്കുമ്പോൾ അതെന്താണ്? ഇസ്തിയാറത്താണ്. അപ്പൊ ഇസ്തിയാറത്ത് എന്ന ശരിക്കത് മജാസ് ആണ്, മജാസ് ലുഗവിയാണ്. ലുഗവിന്റെ ഒരു ഖിസ്മാകുന്ന
ഇസ്തിയാറത്താണ് ഇസ്തിയാറത്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുള്ളൂ. മജാസ് മുർസലാമെന്നു മുഷാബഹത്ത് അല്ലാത്ത അലാക്കത്ത് വേണമെന്നാണ്, ബന്ധമാണെന്നാണ് അല്ലെ. പരസ്പര സാദൃശ്യം ഉള്ള ബന്ധമാണെങ്കിൽ അത് ഇസ്തിയാറത്താണ്, അല്ലാത്ത ബന്ധമാണെങ്കിൽ അത് എന്താണ്, മജാസ് മുർസലാണ്. അപ്പൊ ഈ മുഷാബഹത്ത് അല്ലാത്ത അലാക്കത്ത് ഏതൊക്കെയുണ്ട്? എന്താ അല്ല, ലാസ്റ്റ് വരിട്ടോ. അല്ല അലാഖത്ത് ഫിൽ മജാസിൽ മുർസലി തതനവ്വ അൻവാഇൻ കസീറ, വ്യത്യസ്ത ഇനങ്ങളിലേക്ക് അത് മാറിച്ചേരും. അതായത് എനിക്ക് കുല്ലി എന്നുള്ള എന്തായിരിക്കും, എന്റെ കൈയൊടിഞ്ഞു എന്നുള്ള എന്തെന്നെ, ശരിക്കും എന്റെ വിരലേ ഒടിഞ്ഞിട്ടുള്ളൂ, എന്റെ കൈ ഒടിഞ്ഞു വരുമ്പോ കയ്യും വിരലുള്ള ബന്ധം കയ്യിന്റെ കുല്ലാണ്, സോറി വിരലിന്റെ കുല്ലാണ് എന്ത്, കൈ എന്ന് പറയുന്നത് അല്ലെ. വിരലെന്നുള്ളത് കയ്യിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ വിരലിന്റെ പരിപൂർണമായ കുല്ലാണ് കൈ എന്ന് പറയുന്നത്. അപ്പൊ വിരലിൽ ഒടിഞ്ഞ ഒരാള് കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞാൽ അതെന്താണ്, മജാസാണ്, മജാസ് മുർസലാണ്. അപ്പൊ വിരലും കയ്യും തമ്മിലുള്ള ബന്ധം എന്താണ്, അലാക്കത്ത് എന്താണ്, മുഷാബഹത്തല്ല, കുല്ലിയത്താണ്, ഇതിന്റെ പൂർണ്ണമായ ഭാഗമാണ്. ഇനി ഒരാൾ കൈ ഒടിഞ്ഞ ഒരാള് വിരലൊടിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥം, അത് അലാക്കത്ത് ജുസ്ഇയ്യത്താണ്. യഥാർത്ഥത്തിൽ കൈയാണ് ഒടിഞ്ഞത്, എന്നിട്ട് അയാൾ പറഞ്ഞത് വിരല് എന്നാണ്. അപ്പൊ കയ്യിന്റെ എന്താണ് വിരല്, കയ്യിന്റെ ജുസ് ആണ് വിരല്. അപ്പൊ അത് ജുസ്ഇയ്യത്ത് എന്നുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ സബബിയ്യത്ത്, മുസബബിയ്യത്ത്, ഇത് ഇതിന്റെ കാരണമാണ്. അല്ലെങ്കിൽ ഹാലിയത്ത്, മഹല്ലിയത്ത്, ഒരു സ്ഥലം പറഞ്ഞിട്ട് ആ സ്ഥലത്തുള്ള ആളുകൾ ഉദ്ദേശിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞിട്ട് ആ സ്ഥലത്തെ ഉദ്ദേശിക്കുക. അങ്ങനെ പല ഉണ്ടാവാം, അലാഖത്തുകൾ ഉണ്ടാകും. ഈ അലാഖത്ത് മജാസ് മുർസല് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇസ്തിയാർത്ത് പറഞ്ഞല്ലോ, ഇസ്തിയാർത്തിന് അലാഖത്ത് എന്താണ്, ബന്ധം മുഷാബഹത്ത് എന്നുള്ള അലാഖത്തിന് ഇസ്തിയാർത്താണ്. ഇനി ഇസ്തിയാർത്ത് പല രൂപത്തിലുണ്ട് കേട്ടോ. ഇസ്തിയാർത്ത് പല രൂപത്തിലുണ്ട്. അതായത് ഇസ്തിയാർത്ത് ശരിക്കും തശ്ബീഹിന്റെ ഒരു ഭാഗമാണ്. തശ്ബീഹ് ആകുമ്പോൾ അവിടെ മുഷബ്ബഹ് ഉണ്ടാവും, മുഷബ്ബഹ് ബിഹി ഉണ്ടാവും. അപ്പൊ ഏതോ ഒന്നെങ്കിലൊക്കെ കളഞ്ഞിട്ടാണ് ഇസ്തിയാർത്തിനെ കൊണ്ടുവരല്. അപ്പൊ മനസ്സിലാക്കി, ഇസ്തിയാർത്തും തശ്ബീഹും അഭേദ്യമായ ബന്ധമുണ്ട്. തശ്ബീഹിന്റെ റുക്കിനാകുന്ന മുഷബ്ബഹോ അല്ലെങ്കിൽ മുഷബ്ബഹ് ബിഹിയോ ഏതോ ഒന്നിനെ കളഞ്ഞാൽ ഇസ്തിയാർത്തായി മാറും. അപ്പൊ ഇസ്തിയാറത്ത് തസ്രീഹുണ്ട്, മക്നിയുണ്ട്. തസ്രീഹ് എന്ന് പറഞ്ഞാൽ മുഷബ്ബഹ് ബിഹിനെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മുഷബ്ബഹിനെ കളയുകയും മുഷബ്ബഹ് ബിഹിയെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തസ്രീഹിയാണ്. ഓക്കെ, ഇനി ഇസ്തിയാറത്ത് മക്നിയാകുമ്പോഴോ അല്ലത്തി ഹുദിഫ ഫിഹൽ മുഷബ്ബഹ് ബിഹി, അതിൽ മുഷബ്ബഹ് ബിഹിയെ കളയപ്പെട്ടു, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു മുഷബ്ബഹിനെ പറയുകയും ചെയ്യും. അതിനാണ് മക്നിയ എന്ന് പറയുന്നത്. അപ്പൊ മുഷബ്ബഹ് ബിഹിയെ പറയപ്പെട്ടാൽ തസ്രീഹയും, മുഷബ്ബഹ് ബിഹിയെ കളയപ്പെട്ടാൽ അത് മക്നിയയും ആയിരിക്കും ഇസ്തിയാർത്ത് എന്ന് പറഞ്ഞത്. ഇനി ഇസ്തിയാർത്തിനെ വേറെ രൂപത്തിൽ നമുക്ക് തഖ്സീമാക്കാം. എങ്ങനെ അറിയോ? ഇസ്തിയാർത്ത് നടക്കുന്നത് ഇസ്തിയാർത്തിന്റെ മജാസ് ആണല്ലോ, മജാസ് ലുഗവിയാണല്ലോ. അതൊരു ലഫ്ലിലായിരിക്കുമല്ലോ. ആ ലഫ്ല് ഒന്നെങ്കിൽ ഫെയിലോ ഫെയിലിന്റെ മാനക്കുള്ളതായിരിക്കും. ഫെയിലിന്റെ മാനക്കുള്ളത് തന്നെ ഫായില്, മഫൂല്, മസ്ദർ, ഇതൊക്കെയാണ് ഫെയിലിന്റെ മാനക്കുള്ളത്. ഫെയിലിന്റെ മാനക്ക ഉള്ളതോ ആണെങ്കിൽ അതിന് ഇസ്തിയാർത്ത് തബഇയ്യ എന്നും, ഫെയിലിന്റെ മാനക്ക ഉള്ളതോ അല്ല, ജാമിദ ഇസ്മാണ്. റജുല്, അസദ്, ബൈത്ത്, അത് സൊർഫാക്കാൻ പറ്റൂല. ഫെയിലോ ഫായിലൊന്നും അല്ല, സാധാരണ ജാമിദ ഇസ്മുകളാണ്. എന്നാൽ അതിനെ പറ്റി ഇസ്തിയാർത്ത് അസ്ലിയ എന്നും, ഫെയിലിന്റെ മാനക്കുള്ളതോ, അത് ഫെയിലിന്റെ മാനക്കുള്ളത് മുസ്തഖ് എന്നർത്ഥം കേട്ടോ. ഫെയിലോ അല്ലെ മുസ്തഖ ഇസ്മ എന്നല്ല, ഫായിലെ മഫൂല്, അതിനാണ് മുസ്തഖ ഇസ്മ പറയാം. അതോ ആണെങ്കിൽ അത് ഇസ്തിയാർത്ത് തബഇയ്യ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇസ്തിയാർത്തിനെ തഖ്സീമാക്കാൻ, രണ്ടായിട്ട് തരംതിരിക്കാം. ഇനി വേറൊരു സംഭവമാണ് കിനായത്ത് എന്ന് പറയുന്നത്. കിനായത്തും മജാസുള്ള വ്യത്യാസം ചോദിക്കാൻ സാധ്യത കേട്ടോ. കിനായത്ത് പറഞ്ഞാല് അത് ഹക്കീക്കിയ മാനയെ ഉദ്ദേശിക്കാൻ പറ്റും. അതിന്റെ ലാസിമായ, അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു മാന ഉണ്ടാകുമല്ലോ, ലാസിമായ മാന, അതിനെ ഉദ്ദേശിക്കാൻ പറ്റും. ലാസിയാണ് മജാസിയ മാന. മജാസിയ മാനയെയും ഹക്കീക്കിയ മാനയെ ഉദ്ദേശിക്കാൻ പറ്റുന്ന ഇതിനാണ് കിനായത്ത്. ഇത്ലാഖു ലഫ്ലിൻ ഇറാദത്ത് ലാസിം, ഒരു ലഫ്ല് പറഞ്ഞിട്ട് അതിന്റെ യഥാർത്ഥ മാന അല്ലാതെ ലാസിമായ മാന ഉദ്ദേശിക്കുക. അസ്ലിയ മാനയെ ഉദ്ദേശിക്കുന്നുണ്ട് തടയാത്ത ഒരു കരിനത്ത്. മജാസാക്കുമ്പോ കരിനത്ത് മാനിയത്തായിരുന്നു, ഇവിടെ ലാത്തമ്നമാണ്, വൈറുമാനിയത്താണ്. അപ്പോൾ കിനായത്തിലുള്ള കരീനത്തും മജാസുള്ള കരീനത്തും തമ്മിലുള്ള വ്യത്യാസം, കിനായത്തിലുള്ള കരീനത്ത് വൈറുമാനിയാണ്, ഹക്കീക്കമാൻ ഉദ്ദേശിക്കുന്നതോട് തടയൂല, അങ്ങനത്തെ കരീനത്താണ്. മജാസാക്കുള്ള ഹക്കീക്കമാൻ ഉദ്ദേശിക്കുന്നതോട് തടയും. മാനിയത്തായ കരീനത്താണ് മജാസിലെ. കിനായത്തിലാകുമ്പോൾ വൈറുമാനിയത്തായിട്ടുള്ള കരീനത്താണ്. അപ്പൊ ഇനി കിനായത്ത് മൂന്ന് തരത്തിലുണ്ട് കേട്ടോ. കിനായത്തിന് വസ്ഫുണ്ട്, കിനായത്തിന് അതുപോലെ തന്നെ കിനായത്തിന് മൗസൂഫ് ഉണ്ട്, കിനായത്തിന് നിസ്ബ ഉണ്ട്. കിനായത്തിന് വസ്ഫ് പറഞ്ഞാല്
ഒരാളുടെ ഒരു സിഫത്തിനെ പറ്റി വിശേഷിപ്പിക്കുമ്പോൾ കിനായത്തുൽ വസ്ഫ്, ഒരാൾ വസ്ഫന സിഫത്ത്, ഇത് കിനായത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണം പറയണമെന്ന് തോന്നുന്നു. കിനായത്തിന് ഉദാഹരണം പറഞ്ഞാല് ഒരാളെ കുറിച്ച് നമ്മൾ പറയണത്, അയാളെ വീട്ടിൽ ഭയങ്കര വെണ്ണീറുണ്ട്. സെയ്ദുൻ കസീറുർ റമാദ്, റമാദാണ് വെണ്ണീർ എന്നല്ല നമ്മൾ പറയാ, കത്തിച്ചിട്ടുള്ള വേസ്റ്റ് നമ്മൾ വെണ്ണീർ അറിയാം. അയാളെ വീട്ടിൽ കുറെ വെണ്ണീറുണ്ട് എന്നതുകൊണ്ട് അത് കിനായത്താണ്. അപ്പൊ കിനായത്താണല്ല ഹക്കീക്കമൻ ഉദ്ദേശിക്കല്ലോ. ഹക്കീക്കമൻ എന്താ? അയാളെ വീട്ടിൽ കുറെ വെണ്ണീറുണ്ട്, ശരിയാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് നമ്മൾ ലാസിമാൻ ഉദ്ദേശിക്കണത്, ഹക്കീക്കമൻ ഉദ്ദേശിക്കാം, ലാസിമാനാണ് ഇവിടെ വരിക. അതായത് അയാൾ ഭയങ്കര ധർമ്മിഷ്ഠനാണ് എന്നാണ് അർത്ഥം. അതെങ്ങനെ വന്നു? അയാളെ വീട്ടിൽ കുറെ വെണ്ണീറുണ്ടെങ്കിൽ അയാളെ വീട്ടിൽ കുറെ വിറക് കത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. കുറെ വിറക് കത്തിക്കുന്നത് എന്തിനാണ്? കുറെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാണ്. കുറെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനാണ്. കുറെ വിരുന്നുകാർ വരുന്നുണ്ട്, അതിഥികൾ വരുന്നതാണ്. കുറെ അതിഥികൾ വരുന്നത് എന്തുകൊണ്ടാണ്? അയാൾ ഭയങ്കര സൽക്കാരപ്രിയനായതുകൊണ്ട്. എന്തുകൊണ്ട് അയാൾ സൽക്കാരപ്രിയനായി? അയാൾ ഭയങ്കര ധർമ്മിഷ്ഠനാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പൊ ഈ കിനായത്ത് തന്നെ അസ്ലിയ പേടിച്ചാലൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങള് എന്താണ്, ഈ കുറെ ആളുകളെ പേടിച്ചിട്ടില്ല അങ്ങനത്തെ ഇമോജിയൊക്കെ പോയിട്ടുണ്ട്. എന്നൊന്നും ആവശ്യമില്ല. നമ്മള് എന്താ ജസ്റ്റ് ഈ സംഭവങ്ങളൊക്കെ ബലാത്തുൽ വാലിഹയിൽ എല്ലാത്തിനും ഉദാഹരണങ്ങളുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ പഠിച്ചു. ഈ ക്ലാസ്സിലെ ജസ്റ്റ് ബേസ് മാത്രം കേട്ടിട്ട് നിങ്ങൾ എന്താവണം, ബലാത്തുൽ വാലിഹ എന്ന കിതാബിന്റെ PDF ഒക്കെ ഡൗൺലോഡ് ആക്കാം. അല്ലെങ്കിൽ ചില കയ്യിൽ കിതാബിന്റെ ഉണ്ടാവും. അതിൽ ഓരോ കിനായത്ത് എടുക്കുക, കിനായത്തിന്റെ ഉദാഹരണങ്ങളൊക്കെ പഠിച്ചു പോവാം. അത്രയേ ഉള്ളൂ. ആ ഉദാഹരണങ്ങളെ പൊതുവെ എക്സാമിന് ചോദിക്കാറുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അപൂർവങ്ങളിൽ അപൂർവം ഒന്നോ രണ്ടോ ചോദിച്ചു അത് നമുക്ക് മിസ്സായാലും കുഴപ്പമില്ല. ഓക്കെ, സർ, പിന്നെ ബലാന്റെ കിതാബ് എന്ന് പറയുന്ന അഫ്ലുൽ ഉലമ BA ക്ക് പഠിക്കുന്നതാ? അത് എനിക്കറിയില്ല. അത് നിങ്ങൾ വേറെ ചോദിച്ചു. ഞാൻ അഫ്ലുൽ BA ഒക്കെ പഠിച്ചിട്ടില്ല. അത് അൽ ബലാഗത്തുൽ വാലിഹ എന്ന് പറഞ്ഞൊരു കിതാബ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കേട്ടോ. അത് അഫ്ലുൽ ഉലമക്ക് ഉള്ളതാണ്, എനിക്കറിയില്ല. ഉള്ളതാണോ എന്നുള്ളത് ബാക്കിയുള്ളവർ കമന്റ് ചെയ്തോട്ടെ, ഞാൻ ഉപകാരപ്പെടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇനി കിനായത്തിന് 3 ഖിസ്മാക: കിനായത്തുൻ അനിൽ വസ്ഫ്, കിനായത്തുൻ അനിൽ സിഫത്ത് മൗസൂഫ്, കിനായത്തുൻ അനിൽ നിസ്ബ. അതായത് കിനായത്തുൻ അനിൽ വസ്ഫ് ഒരാളുള്ള ഒരു പ്രത്യേകതയെ പറ്റി ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ, ഫുലാനുൻ കസീറുർ റമാദ്, അയാളെ വീട്ടിൽ കുറെ വെണ്ണീറുണ്ട് ഉദ്ദേശിക്കുക. അയാൾ എന്താണ്? അയാളുള്ള ഒരു സിഫത്തിനെ വിശദീകരിക്കുകയാണ്. അയാൾ ഭയങ്കര ജവാദാണ്, ധർമ്മിഷ്ഠനാണ് സൂചിപ്പിക്കുകയാണ്. അതാണ് കിനായത്തുൽ വസ്ഫ്, ഒരാളുള്ള പ്രത്യേകതയെ കുറിച്ച് സൂചിപ്പിക്കാണ്ട് കിനായത്താക്കും. ഇനി ഒരാളെ കുറിച്ച് എന്താണ് കിനായത്താക്കും? അദ്റസു ബിൻത് അദ്നാൻ, ഞാൻ അദ്നാനിന്റെ മകളെ സന്തതിയെ പഠിക്കുന്നു. അതായത് അദ്നാൻ ഗോത്രത്തിന്റെ സന്തതി അറബി ഭാഷയാണ്. അറബി ഭാഷ ഞാൻ പഠിക്കുന്നു. അപ്പൊ അറബി ഭാഷയുടെ സിഫത്തല്ല ഇവിടെ കിനായത്ത്. അറബി ഭാഷ എന്ന് പറയുന്ന വിശേഷിപ്പിക്കപ്പെട്ട വസ്തു ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കിനായത്ത്. അപ്പൊ അദ്റസു ബിൻത് അദ്നാൻ എന്ന് പറയും. പിന്നെ കിനായത്ത് നിസ്ബ, സിഫത്തും മൗസൂഫും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കിനായത്തിനാണ് കിനായത്തിനാണ് നിസ്ബ എന്ന് പറയുന്നത്. ഓക്കെ, അൽ ബുഖ്ലു ഫീ ദമി സെയ്ദിൻ, പിശുക്ക് എന്ന് പറയുന്നത് അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതായത് അയാൾ പിശുക്കനാണ് എന്നർത്ഥം. അപ്പൊ എന്താണ്, ഇത് സെയ്ദിനെ പറ്റിയൊരു പിശുക്കിനെ പറ്റിയല്ല, രണ്ടും പാടെ അയാൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ സെയ്ദും പിശുക്കും അത്ര ബന്ധമുണ്ട്, അഭേദ്യമായ ബന്ധമുണ്ട്. ആ നിസ്ബ ബന്ധത്തെ അറിയിക്കാൻ വേണ്ടിയാണ് അവിടെ കിനായത്താക്കുന്നത്. കിനായത്ത് എന്താണ് പറഞ്ഞത് ഒന്നുകൂടി പറയാമോ? കിനായത്തെ പറഞ്ഞല്ലോ, അതായത് ഓക്കെ, കിനായത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ലഫ്ല് പറഞ്ഞിട്ട് ആ ലഫ്ലിന്റെ ഹക്കീക്കാവാൻ ഉദ്ദേശിക്കാതെ അതിന്റെ ലാസിമാണ്, നമ്മളൊരു മജാസിനെ പോലെ തന്നെയാണ് സംഭവം കിനായത്തും. പക്ഷെ കിനായത്തും മജാസും ഒരു വ്യത്യാസമേ ഉള്ളൂ. മജാസ് നമ്മളോട് ഹക്കീക്കാവാൻ ഉദ്ദേശിക്കാൻ പറ്റൂല, കിനായത്താകുമ്പോൾ ഹക്കീക്കാവാൻ ഉദ്ദേശിക്കാൻ പറ്റും. ആ ലഫ്ലിന്റെ ഹക്കീക്ക, ഞാൻ എന്ത് ചെയ്തു, എന്റെ വീട്ടിലൊരു സിംഹം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം അത് മജാസാണ്. ഇവിടെ ഹക്കീക്കിയാണ്. അതായത് യഥാർത്ഥത്തിൽ സിംഹം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടെന്ന് ഉദ്ദേശിക്കാൻ പറ്റൂല. സിംഹത്തെ പോലെ ധീരനായ ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു എന്നേ ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. മജാസിയമാനെ മാത്രമേ ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. കിനായത്താകുമ്പോൾ അയാളുടെ വീട്ടിൽ കുറെ വെണ്ണീറുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം അയാൾ ധർമ്മിഷ്ഠനാണെന്ന്. അത് ആ ലാസിമാനെ ഉദ്ദേശിക്കാം, ലാസിമാനാണ് മജാസിയമാനെ ഉദ്ദേശിക്കാം. ഹക്കീക്കയാണ് അയാളുടെ വീട്ടിൽ കുറെ വെണ്ണീറുണ്ട്, ആ നനയെ ഉദ്ദേശിക്കാം. രണ്ടും ഉദ്ദേശിക്കാൻ പറ്റുമ്പോൾ അതിന് കിനായത്തൊന്നും, ഹക്കീക്കമാനെ ഉദ്ദേശിക്കാൻ പറ്റാത്ത മജാസിയമാനെ മാത്രം ഉദ്ദേശിക്കാൻ പറ്റുമ്പോൾ അതിന് മജാസ് എന്ന് പറയും. ഇനി നമ്മള് ഏകദേശം ഇൽമുൽ ബയാന്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട്, അപ്പൊ ഇൽമുൽ ബയാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം നമുക്ക്. തശ്ബീഹ്, അതിന്റെ കുറെ കിസ്മുകള്, അതുപോലെ തന്നെ ഹക്കീക്കത്ത്, മജാസ്, അത് മജാസിന്റെ കുറെ കിസ്മുകൾ പറഞ്ഞു. മജാസ് അഖിലി, ലുഗവി രണ്ടാണ്, മുർസല്, ഇസ്തിയാറത്ത്.
അതിന് ഇസ്തിയാത്തിനുള്ള പല രൂപത്തിൽ രസമാക്കി. പിന്നെ അവസാനം നമ്മൾ വന്നത് കിനായത്തിലേക്കാണ്. കിനായത്ത് എന്നാൽ ഒരു ലഫ്ള് പറഞ്ഞിട്ട് അതിന്റെ ലാസിമായ മാന, ലാസിമായ മാന അതിന്റെ മജാസിയ മാന എന്നാണ് അർത്ഥം. ലാസിമ മജാസ് എന്നുള്ള ഒന്നല്ല, ലാസിമായ മാന ഉദ്ദേശിക്കുക. എന്നിട്ട് എന്താ ഹക്കിക്കാൻ ഉദ്ദേശിക്കുന്നത് തടയൂല, അപ്പൊ അത് കിനായത്താകും. കിനായത്ത് മൂന്നെണ്ണാണ്: കിനായത്തിന് വസ്ഫ്, കിനായത്തിന് മൗസൂഫ്, കിനായത്തിന് നിസ്ബ. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൽമുൽ ബയാനി എന്ന് പറയുന്നത്. അതായത് പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൽമുൽ ബയാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കൽ ഇൽമുൽ ബയാൻ തന്നെയാണ് കേട്ടോ. ഇൽമുൽ ബയാനും ബയാനും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേട്ടിട്ട് നിങ്ങൾ കേട്ടിട്ട് കഴിഞ്ഞാൽ അടുത്ത ഇതാ വന്ന് PSC ആണല്ലോ. കേട്ടിട്ട് PSC സംഭവങ്ങൾക്കൊക്കെ ബയാനാണ് കൂടുതൽ ചോദിക്കാറ്. അതിനെ അപേക്ഷിച്ച് ബയാനിൽ കുറച്ച് ക്വസ്റ്റ്യനുകളേ ഉള്ളൂ. എന്നാലും നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇൽമുൽ ബയാനി എന്താണ്? ഇൽമു യുറഫ് ബിഹി അഹ്വാലുൽ ലഫ്ളിൽ അറബി ലത്തി യുതാബിഖു മുഖ്തദൽ ഹാൽ. അറബി ലഫ്ളുകളെ അല്ലെ അറബി എന്താ പ്രയോഗങ്ങളെ, കെലിമത്തുകളെ സാഹചര്യം, മുഖ്തദൽ ഹാൽ എന്ന സാഹചര്യം, സാഹചര്യത്തിനോട് അനുസരിച്ച് കൊണ്ടുവരുന്നതിനെ പറ്റി പറയുന്നതാണ് ഇൽമുൽ ബയാനി. സാഹചര്യത്തിനനുസരിച്ച് അറബി കലാമിനെ കൊണ്ടുവരുന്നതിനെ പറ്റി പറയുന്ന ഇൽമിനാണ് ഇൽമുൽ ബയാനി. അതായത് നമ്മൾ ആരോടാണ് അഭിസംബോധന ചെയ്യുന്നത്, അയാളുടെ അവസ്ഥക്കനുസരിച്ചാണ് അയാളുടെ നമ്മൾ സംസാരിക്കേണ്ടത് അല്ലെ. ഒരാൾ സന്തോഷവാനായിട്ട് വരുമ്പോൾ അയാളുടെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ ഒരാൾ ദുഃഖിതനായിരിക്കുമ്പോൾ അയാളുടെ സന്തോഷ വാർത്തകളൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് ലഫ്ലിൽ അറബി ലഫ്ലിനെ കൊണ്ടുവരുന്നതിനെ പറ്റി പറയുന്ന ഇൽമാണ് ഇൽമുൽ മആനി എന്ന് പറയുന്നത്. ഇൽമുൽ മആനി ആണെങ്കിലും ഇൽമുൽ ബദീ ആണെങ്കിലും രണ്ടിന്റെയും വാദി ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ ജുർജാനി എന്ന് പറയുന്ന ആളാണ്. ഹിജ്റ 471 വഫാത്തായ ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ ജുർജാനി എന്ന് പറയുന്ന ആളാണ് ഇൽമുൽ മആനിയുടെയും ഇൽമുൽ ബയാനിന്റെയും വാദി കേട്ടോ. ഇസ്മിന്റെ കൂടെ ഓട്ടി നിൽക്കുക. ഇൽമുൽ മആനിൽ ചർച്ചകൾ നമുക്ക് ഇങ്ങനെ പറയാം. കലാം, അപ്പൊ ആദ്യം കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? കലാമിനെ എന്താണ്? കലാമിനെ മുഖ്തദൽ ഹാലിനനുസരിച്ച് കൊണ്ടുവരുന്ന ഇൽമുൽ മആനി എന്നാൽ അല്ലെ. ലഫ്ള് പറഞ്ഞാൽ കലാമിനൊക്കെ ഉണ്ട്. കലാമ് രണ്ടായിട്ടാണ്. ഏത് അറബിയിലുള്ള ഏത് കലാം എടുക്കുകയാണെങ്കിലും കലാം എന്ന ജുംല എന്നൊക്കെ അർത്ഥം വെക്കാം. ഫെയിലും ഫായും കൂടിച്ചത് ജുംല, കൂടിച്ചത് ജുംല. അപ്പൊ ഈ ജുംലകളാണ് കലാം എന്ന് പറയുന്നത്. പരിപൂർണമായിട്ട് അർത്ഥം കിട്ടുന്നതിനാണ് കലാം എന്ന് പറയാം. അപ്പൊ ഈ കലാം രണ്ടായിട്ടാണ്. ഒന്നുകിൽ ഖബർ ആയിരിക്കും അല്ലെങ്കിൽ ഇൻഷാ ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം തിരിച്ചറിയണം ഖബർ എന്താ ഇൻഷാ എന്ന്. ഖബർ എന്നാല് ഒരാൾ ഒരു കലാമ് പറഞ്ഞാൽ ആ കലാമ് പറഞ്ഞ ആളെ പറ്റി അവൻ സത്യം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ കളവ് പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ടാലൊന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് ഖബർ എന്ന് പറയുന്നത്. സെയ്ദ് വന്നു, അപ്പൊ നമ്മൾ പറയണം ആ പറഞ്ഞ വാക്ക് സത്യമാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്ക് കളവാണ്. രണ്ടാലൊന്ന് പറയാൻ പറ്റില്ലോ. അല്ലെങ്കിൽ സെയ്ദ് എന്താണ് ചെറിയ കുട്ടിയാണ്, പക്ഷെ ചെറിയ കുട്ടിയായിരിക്കും അപ്പൊ സത്യമാണ്, ചിലപ്പോൾ ചെറിയ കുട്ടി ആയിരിക്കൂല അപ്പൊ കളവായിരിക്കും. അപ്പൊ സത്യത്തിനോ കളവിനോ സാധ്യത ഉള്ളതിനാണ് എന്താ പറയാ ഖബർ എന്ന് പറയുന്നത്. സത്യത്തിനോ കളവിനോ സാധ്യത ഇല്ലാത്തത് മായസിഹം അല്ല, സത്യവാനാണ് അല്ലെങ്കിൽ കളവ് പറയുന്നവനാണ് എന്ന് പറയാൻ പറ്റാത്ത കുറെ കലാമുകളുണ്ട്. അതിനാണ് ഇൻഷാ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സംശയം, എല്ലാ സംസാരവും ഒന്നെങ്കിൽ സത്യമായിരിക്കൂലെ കളവായിരിക്കൂലെ? അല്ലാത്ത സംസാരങ്ങളുണ്ട്. ഒരു ഉദാഹരണമാണ് അമ്രഫീൽ. ഒരാളോട് കൽപ്പിക്കാണ്, നീ പഠിക്ക്, അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്ക്, നീ ഇരിക്ക് എന്ന് നമ്മൾ ഒരാളുടെ കൽപ്പിച്ചാല് ആ കൽപ്പന എന്താണ്? സത്യമാണോ അല്ലെങ്കിൽ കളവാണോ? അപ്പൊ അമ്രുകള്, വിരോധനകള്, നിഹീകള്, നീ കഴിക്കരുത്, നീ കുളിക്കരുത്, നീ പഠിക്കരുത്, വിരോധനകള്, അതിനെപ്പറ്റി സത്യം കളവെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അമ്ര, നഹി, അതുപോലെ തന്നെ ഇസ്തിഫാം, നിന്റെ പേരെന്താ, ആ വാക്കിനെ പറ്റി നിന്റെ പേരെന്താ എന്നുള്ള കലാമിനെ പറ്റി ഇത് സത്യം കളവെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അത് ഖബർ അല്ലാത്ത ഇൻഷാ ആണ്. അപ്പൊ അത്തരത്തിൽ സിദ്ക്കിനും കെദിബിനും സാധ്യത ഇല്ലാത്ത കലാമിനാണ് നമ്മൾ ഇൻഷാ എന്ന സാധ്യത ഉള്ളതിന് ഖബർ എന്ന് പറയും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ സ്പീഡായിട്ട് പോകുന്നു. ഇനി നമ്മൾ ഇൽമുൽ മആനിയിൽ 8 ചർച്ചകളുള്ളത്. ആ 8 ചർച്ചകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നിർബന്ധമാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇതിൽ ഇൽമുൽ മആനിയുടെ മബഹസിൽ പെട്ടതല്ലാത്തത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ പറയും. ഇപ്പൊ ഈ 8 എണ്ണാണ് ഇൽമുൽ മആനിയിൽ ചർച്ച ചെയ്യുന്നത്. ഇൽമുൽ മആനിയിൽ എന്തൊക്കെയാണ്? ഒന്ന്, ഇസ്നാദുൽ ഖബരീനെ കുറിച്ച് ചർച്ച ചെയ്യും. നമ്മൾ ഖബറിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇസ്നാദുൽ ഖബറിനെ ഖബറേ ജുംല. ഇൻഷാഇനെ കുറിച്ച് ചർച്ച ചെയ്യും. മുസ്നദ് ഇലൈഹിയെ കുറിച്ച് ചർച്ച ചെയ്യും. മുസ്നദ് ഇലൈഹി പറഞ്ഞാല് നമ്മൾ ഫായില് അല്ലെങ്കിൽ മുബ്തദ. മുസ്നദിനെ കുറിച്ച് ചർച്ച ചെയ്യും. മുസ്നദ് പറഞ്ഞാല് ഫെയില് അല്ലെങ്കിൽ ഖബർ, ഇതൊക്കെയാണ് മുസ്നദ് ആയിട്ട് വരും. മുതഅല്ലിഖാത്തുൽ ഫെയിലുമായി ബന്ധപ്പെട്ടുള്ള പല സംഭവങ്ങളിലെ മഫ്ഊല്, ഹാല്, തൻമീസ്, ഈ സംഭവങ്ങളൊക്കെ മുതഅല്ലിഖാത്തുൽ ഫെയിലിൽ വരും. ഇതൊന്നും നമുക്കില്ല കേട്ടോ. നമുക്ക് മെയിനായിട്ട് നമുക്ക് പറയാം. പിന്നെ അടുത്ത ചർച്ച ഖസർ, അത് നമുക്ക് പഠിക്കാണ്ട്. പിന്നെ വസ്ലുൽ ഫസ്ൽ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ജസ്റ്റ് എന്താണെന്ന് ഐഡിയ ഉണ്ടാക്കി വെക്കണം. പിന്നെ ഈജാസ്, ഇത്നാബ്, മുസാവാത്ത്, അതിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ 8 ചർച്ച. അപ്പൊ നമുക്കിതിൽ മുതഅല്ലിഖാത്തുൽ ഫീലിന്റെ അവസ്ഥകളെ കുറിച്ചും
മുസ്നദിലിന്റെ അവസ്ഥകളെ കുറിച്ചും മുസ്നദിന്റെ അവസ്ഥയെ കുറിച്ചൊന്നും ചോദിക്കാറില്ല. 3, 4, 5 നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. 1, 2, 6, 7, 8 വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് മീൻസ് നമ്മുടെ മാനിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വെക്കുന്നത് ഈ 5 ഭാഗത്തു നിന്നാണ്. മുസ്നദിലേഹി എന്താണ്, മുസ്നദ് എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കാം. അതിന്റെ അവസ്ഥയുടെ ക്വസ്റ്റ്യൻ ഒക്കെ പഠിക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല കേട്ടോ. അപ്പൊ നമ്മള് ഖബർ നമ്മള് ഒന്നാമത്തെ ചർച്ച ഖബർ ഇൻഷാല്ല, അതിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ബാക്കി പറയാം. ഇനി നമുക്ക് മുസ്നദിൽ എന്താ, ഏത് ജുംലക്കും ഏത് കലാം എന്ന ജുംല ഫീലും ഫാലും കൂടി ചേർന്ന ജുംലാവും, മുബ്തദയും ഖബർ കൂടി ചേർന്ന ജുംലാവും. അങ്ങനെ ഏത് ജുംലക്കും 2 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേനാണ് മുസ്നദ് പറയും, രണ്ടാമത്തെ മുസ്നദിലേഹി കേട്ടോ. മുസ്നദ് എന്ന് പറഞ്ഞാല് മുസ്നദിന്റെ മറ്റൊരു പേരാണ് മഹ്കൂം ബിഹി, മുഖ്ബറും ബിഹി ഒക്കെ. മുസ്നദ് ഇലൈഹിന്റെ മറ്റൊരു പേരാണ് മഹ്കൂം അലൈഹി, മുഖ്ബറൻ അൻഹു എന്നൊക്കെ. അപ്പൊ നമ്മള് മുസ്നദ് എന്ന് പറഞ്ഞാൽ ചേർക്കപ്പെടുന്നത് മുസ്നദ് ഇലൈഹിയാണ് ആരിലേക്കാണോ ചേർക്കുന്നത് അത്. ഉദാഹരണം ഫെയിലും ഫായിലും വരുമ്പോ ജുംലകൾ ഒന്നെങ്കിൽ ഇസ്മിയ ജുംലുണ്ട്, ഫെയിലിയ ജുംലുണ്ട്. ഫെയിലിയ ജുംലാനെ ഫെയിലും ഫായിലും കൂടി ചേർന്നുണ്ട്. ഇസ്മിയ ജുംലാനെ മുബ്തദയും ഖബറും കൂടി ചേർന്ന ജുംല. അപ്പൊ ഇസ്മിയ ജുംല ആകുമ്പോ മുബ്തദ ഖബർ നോട്ട് ചെയ്തൊക്കെ. മുബ്തദ മുസ്നദ് ഇലൈഹിയും ഖബർ മുസ്നദും ആയിരിക്കും. മുബ്തദ മുസ്നദ് ഇലൈഹിയും ഖബർ മുസ്നദും ആയിരിക്കും. ഫെയിലിയ ജുംലയിലേക്ക് വരുമ്പോ ഫെയില മുസ്നദും ഫായില മുസ്നദ് ഇലൈഹി ആയിരിക്കും. ഫെയില മുസ്നദും ഫായില മുസ്നദ് ഇലൈഹി ആയിരിക്കും. അതാണ് ഫെയിലിയ ജുംലയുടെ അവസ്ഥ. ഇസ്മിയ ജുംലയിൽ മുബ്തദ മുസ്നദ് ഇലൈഹിയും ഖബർ മുസ്നദും ആയിരിക്കും. ഓക്കെ, റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഇനി മുസ്നദ് ഇലൈഹി മാത്രം പഠിച്ചു വെക്കേണ്ട. മുസ്നദിന്റെ മറ്റൊരു പേരാണ് മഹ്കൂം ബിഹി, മുഖ്ബർ ബിഹി. മുസ്നദ് ഇലൈഹിയുടെ മറ്റു പേരാണ് അലി, മുഖ്ബർ. എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം സാറേ. ഓക്കെ പറഞ്ഞുതരാം. ഇതില് അതായത് സെയ്ദ് വന്നു, അതെന്താണ്, ജുംലയാണ്, ഫെയിലിയ ജുംലയാണ് അല്ലെ. ഫെയിലിയ ജുംലയാണ്. അപ്പൊ ജാ എന്നുള്ള ഫെയിലിനെ ചേർക്കണം. ആരിലേക്ക് ചേർക്കണേ, സെയ്ദിലേക്ക് ചേർക്കണം. വന്നു, ഈ വന്നു എന്ന പ്രവർത്തനത്തെ സെയ്ദിലേക്ക് ചേർക്കാണ്. അപ്പൊ ജാ എന്ന് പറഞ്ഞ ഫെയിൽ ചേർക്കപ്പെടുന്ന ആളാണ്. ആരിലേക്കാ ചേർക്കുന്നത്, സെയ്ദിലേക്കാണ്. സെയ്ദ് ഫായിലാണ് മുസ്നദിലേഹി. ആരിലേക്കാണോ ചേർക്കുന്നത്, ഫായിലിലേക്കാണ് ചേർക്കുന്നത്. ആരെയാണ് ചേർക്കുന്നത്, ഫെയിലിനെയാണ് ചേർക്കുന്നത്. ജാ എന്ന് പറഞ്ഞ ഫെയിലാണ് ചേർക്കുന്നത്. അപ്പൊ ജാ എന്ന് പറഞ്ഞ ഫെയിൽ മുസ്നദ്. ഇനി ഏത് ഫെയിൽ എടുക്കണമെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ലൊറബ അമ്ര അടിച്ചു, ലൊറബനെ ചേർക്കുന്നു ആരിലേക്ക്, അമ്രിലേക്ക്. അമ്ര മുസ്നദിലേഹിയാണ്, ലൊറബ എന്നുള്ളത് മുസ്നദാണ്. ഫെയിലിയ ജുംലയിൽ മനസ്സിലായല്ലോ. ഇനി ഇസ്മിയ ജുംല എടുക്കാം. എനിക്ക് സെയ്ദ് തന്നെ നമ്മളെ വായിൽ എപ്പോഴും വരില്ല. ഉദാഹരണം വെച്ചിട്ട് അങ്ങനെ സെയ്ദ് തന്നെ ഇട്ടാ, നിങ്ങൾ ഏത് പേര് വെച്ചാലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഉദാഹരണം സെയ്ദ് ആലിമാണ്. ഇപ്പൊ ആലിമ് എന്നതിനെ ചേർത്തു, ആരിലേക്ക് ചേർത്തു, സെയ്ദ് എന്നതിലേക്ക് ചേർത്തു. ഇപ്പൊ ആലിമ് ചേർക്കപ്പെട്ട ആള് മുസ്നദ്, അതായത് ഖബറാണ് ആലിമ്, അത് മുസ്നദായിരുന്നു. ആരിലേക്കാ ചേർത്തത്, സെയ്ദ് എന്ന് പറഞ്ഞ മുബ്തദയിലേക്ക്. അപ്പൊ അതെന്താണ്, മുസ്നദിലേഹിയാണ്. ഇസ്മിയ ജുംല ആകുമ്പോ അതെന്താണ്, മുബ്തദ മുസ്നദ് ഇലൈഹിയും ഖബർ മുസ്നദും ആയിരിക്കും. ഫെയിലിയ ജുംല ആകുമ്പോ ഫെയില് മുസ്നദും ഫായില് മുസ്നദിൽ. അപ്പൊ ആരിലേക്ക് ചേർക്കുന്നു നോക്കിയാൽ മതി. ഫെയിലിയ ജുംലയിൽ ഫെയിലിനെ ചേർക്കുന്നു ഫായിലിലേക്ക്. ഇസ്മിയ ജുംലയിൽ ഖബറിനെ ചേർക്കുന്നു മുബ്തദയിലേക്ക് ചേർക്കുമ്പോ എന്താണ്, മുബ്തദ മുസ്നദിലേഹിയും ഖബർ മുസ്നദും. ഫെയിലിയ ജുംല ആകുമ്പോൾ ഫെയില് മുസ്നദും ഫായിലും. ഇത് നിങ്ങൾ കേട്ട് പറ്റിയ കാര്യമില്ല, ജസ്റ്റ് ഇതൊക്കെ തന്നെ വേണം. ഫെയിലിയ ജുംലയിൽ ഫെയില് മുസ്നദും ഫായില് മുസ്നദിലേഹിയും. ഇസ്മിയ ജുംലയിൽ മുബ്തദ മുസ്നദിലേഹിയും ഖബർ മുസ്നദും. ഓക്കെ, അപ്പൊ ഇതാണ് മുസ്നദിലേഹിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഒരു ജാ സെയ്ദുൻ, ഇതിലെ മുസ്നദിലേഹി ആരാണ്, സെയ്ദുനാണ്. മുസ്നദ് ആരാണ്, ജാ ആണ്. ഇനി ലോകത്തിലെ ഏത് ഫെയിൽ എടുത്താലും ഏത് ജുംല എടുത്താലും നമുക്ക് ഇനി മുസ്നദിനെ തിരിച്ചറിയാൻ സുഖമാണ്. മുബ്തദ മുസ്നദിലേഹി ആയിരിക്കും, ഖബർ മുസ്നദ് ആയിരിക്കും. ഫെയിലും ഫായിലും ആണെങ്കിൽ ഫായില് മുസ്നദിലേഹി ആയിരിക്കും, ഫെയില് മുസ്നദ് ആയിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ വേറെ പേരുകളും കൂടെ അടിച്ചത്. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്നിട്ട് ഇതിൽ മഹ്കൂം ബിഹിയെ കണ്ടെത്താൻ പറയും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, നമ്മളാകെ മുസ്നദിലേഹി എല്ലാം പഠിച്ചിട്ടുള്ളൂ എന്ന് പറയണ്ട. മുസ്നദിന്റെ മറ്റൊരു പേരാണ് മഹ്കൂം ബിഹി, അല്ലെ മുഖ്ബറം ബിഹി എന്നൊക്കെ പേരുണ്ട്. ഇനി നമ്മള് തിരിച്ചു വരട്ടോ. ഖബറിന്റെ അഹ്വാദുൽ ഇസ്നാദുൽ ഖബരി അല്ല, ഖബർ ഇസ്നാദ് പറഞ്ഞു അല്ലെ.
ഖബർ എന്നാൽ ശരിക്കും കെതിബിനും സാധ്യത, സത്യം കളവ് എന്ന് പറയാൻ പറ്റും. സത്യം ഓർ കളവ് രണ്ടും പറയാൻ പറ്റൂല. അല്ലെങ്കിൽ സത്യം അല്ലെങ്കിൽ കളവ് അങ്ങനെ സാധ്യതയിൽ തന്നെ ഖബർ എന്നും അതല്ലാത്തതിന് ഇൻഷാ എന്ന് പറയും. ഇനി നമ്മളൊരു ഖബരിയായ ഒരു കലാമിനെ കൊണ്ടുവരുമ്പോൾ അത് രണ്ട് ഉദ്ദേശങ്ങളുണ്ടാവാം. സെയ്ദ് വന്നു എന്ന് ഞാൻ ഒരാളോട് പറഞ്ഞ, അല്ലെങ്കിൽ സെയ്ദ് ആലിമാണ്, ഏത് ജുംല എടുക്കട്ടോ, ഖബരിയായ ഏത് ജുംല എടുക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മൾ എടുത്തു വരുന്ന ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു മാത്രം. ആ കലാമാണ് രണ്ടാമൊരു ലക്ഷ്യത്തിനായിരിക്കും മെയിനായിട്ട് വരിക. മെയിനായിട്ട് 2 ലക്ഷത്തിന് വരിക. ഒന്ന് ഇഫാദത്തുൽ ഹുക്കും, സോറി, ഒന്ന് എന്താണ് ഒന്നാമത്തിന്റെ പേര് ഫായിദത്തുൽ ഖബർ. നിങ്ങൾ ഫസ്റ്റ് വരി വായിച്ചില്ലേ, ഫസ്റ്റ് വരി അവസാനം കണ്ടില്ലേ, ഫായിദത്തുൽ ഖബർ എന്ന ആവശ്യത്തിനായിരിക്കും. അല്ലെങ്കിൽ ലാസിം ഫായിദത്തുൽ ഖബറിനായിരിക്കും. എന്താണ് ഫായിദത്തുൽ ഖബർ എന്നാല്, നമ്മുടെ മുഖാത്തബിന്, നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് പേഴ്സൺ നമ്മൾ ആരോടാണ് അഭിസംബോധന ചെയ്യുന്നത്, അയാളുണ്ടല്ലോ, മുഖാത്തബ് ഉണ്ടല്ലോ, അയാളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനായിരിക്കും. അയാൾക്ക് അറിയാത്തൊരു കാര്യം അയാൾക്ക് പറഞ്ഞു കൊടുക്കാനായിരിക്കും. ഇഫാദത്തുൽ മുഖാത്തബി അൽ ഹുക്കും അല്ലദീ തളമ്മനതുൽ ജുംല, നമ്മളെ ജുംലയിൽ എന്ത് ആശയമാണോ ഉള്ളത് അത് നമ്മുടെ മുഖാത്തബിനോട്, നമ്മുടെ അഭിസംബോധന ചെയ്യുന്ന ആളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അതിന് ഫായിദത്തുൽ ഖബർ എന്ന് പറയും. അല്ലെങ്കിൽ രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്, നമ്മൾ മുഖാത്തബ് അറിഞ്ഞിട്ടുണ്ട്, മുഖാത്തബിന് ഈ കാര്യം ഓൾറെഡി അറിയാം, എന്നാൽ ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്ന് മുഖാത്തബിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മളൊരു കൂട്ടുകാരൻ വന്നു, എടാ നിന്റെ കല്യാണം കഴിഞ്ഞൂലേ നമ്മൾ പറഞ്ഞാല്, ഓനക്കറിയല്ലോ ഓന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത്, പിന്നെ എന്തിനാ നമ്മൾ ഓന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നത്, നിന്റെ കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇഫാത്തുൽ മുഖാത്തബി അന്നൽ മുത്തക്കല്ലിം ആലിമുൽ ഹുക്കും, മുത്തക്കല്ലിമാകുന്ന ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടും പറയും. അതിനാണ് ലാസിമു ഫായിദത്തുൽ ഖബർ അറിയാം. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫായിദത്തുൽ ഖബറാണ്, മുഖാത്തബിന് ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ മുത്തകല്യമാകുന്ന സംസാരിക്കുന്ന ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത് ലാസിം ഫായിദ. ഇനി ഇതല്ലാത്ത ആവശ്യത്തിന് വേണ്ടിയിട്ടും ഖബർ വരാം. മെയിൻ ആയിട്ട് 2 ഓറലുകളാണ്. ഇതല്ലാത്ത ആവശ്യങ്ങൾക്ക് വരാം. അതാണ് ഇസ്തിർഹാൻ, റഹ്മത്തിന് തേടാൻ വേണ്ടിയിട്ട്. എടാ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല എന്ന് പറയുന്ന ഓനെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, ഓനൊരു കരുണ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഇൽഹാറു തഹസ്സുർ, നമ്മുടെ വിഷമം, നമ്മുടെ ഖേദം അറിയിക്കാൻ വേണ്ടിയിട്ട്. എടാ നിന്റെ എന്താ പറയാ, നിനക്കൊരു ആക്സിഡന്റ് പറ്റിയപ്പോൾ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, അത് ഓനക്ക് അറിയല്ലോ, പക്ഷെ നമ്മളെ വിഷമം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൽഹാറുൽ ഉൾഫ്, അതന്നെ എന്റെ ബലഹീനത പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫഖർ, നമ്മൾ വലിയ ആളാണെന്ന് മേന്മ നടിക്കാൻ വേണ്ടിയിട്ട്. എന്തുണ്ട്, എന്റെ വീട്ടില് 3 കാറുണ്ട് എന്നൊക്കെ പറയാം. അത് അവനെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ വലിയ ആളാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഫഖറിന് വേണ്ടിയിട്ട്. അല്ലെ അൽ ഹസ്സ അല സഅയി വൽ ജദി, അധ്വാനിക്കാൻ വേണ്ടിയിട്ട്, അവനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താണ്, നമ്മൾ SLC എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാം എഴുതി പാസ്സായാലും നമുക്ക് ഇത്ര സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും എന്ന് പറയുമ്പോൾ എന്താണ്, അത് അവനക്ക് അറിയാം, എന്നാലും ഓനെ ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാര്യം പറയും. അങ്ങനെ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഖബരിയായ ജില്ലകളെ കൊണ്ടുവരും. അപ്പൊ മെയിൻ ആയിട്ട് രണ്ടെണ്ണത്തിനാണ് ഫായിദത്തുൽ ഖബർ, ലാസിമ ഫായിദത്തുൽ ഖബർ. ഇതല്ലാത്ത ഓറലുകളുണ്ട്, അതാണ് ഇസ്തിർഹാമി. ഇതൊക്കെ ഇനി ഉദാഹരണം എന്നിട്ടേക്കായിട്ട് ചോദിക്കാം. ഇതിന്റെയൊക്കെ ഉദാഹരണം ബലാത്തുൽ വാലിഹയിലുണ്ട്. എല്ലാത്തിനും ഉദാഹരണം വിശദീകരിക്കാൻ നമുക്ക് അതിന് സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനൊക്കെ ഉദാഹരണം ബലാത്തുൽ വാലി നോക്കി കിട്ടും. ഇസ്തിർഹാമിന്, ഇൽഹാറു തഹസ്സുർ, ഇൽഹാറുൽ ഉൾഫ്, ഫഖർ, അൽ ഹസ്സു അല സഅയി വൽ ജിദ്. അൽ ഹസ്സു അല സഅയി വൽ ജിദ് എന്നാല് ഓനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അധ്വാനിക്കാൻ വേണ്ടിയിട്ട്, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൽ ഹസ്സു അൽ സഅയി എന്ന് പറയും. ഓക്കെ. ഇനി ഖബർ 3 തരത്തിലുണ്ട്. ഖബർ എന്ന ഖബറിയ ജുംല, ആ ഒന്നെങ്കിൽ ഇബ്തിദാഇയ്യ ഖബറിയ ജുംലയ്ക്ക്, അല്ലെങ്കിൽ ത്വലബിയ്യ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻകാരിയ്യ ആയിരിക്കും. ഇബ്തിദാഇ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ എന്താണ്, നമ്മൾ സംസാരിക്കുന്ന ആളുടെ മുഖാത്തബ്, നമ്മൾ ഒരാളുടെ ഒരു കാര്യം അറിയിക്കുകയാണല്ലോ, അതാണല്ലോ ഖബർ എന്നാൽ. അയാള് ഖാലിദ്ദിഹിനാണെങ്കിൽ വായിക്കാം, അടുത്ത സെക്കൻഡ് ലാസ്റ്റ് ലൈൻ നോക്കുക. അയ്യക്കുൽ മുഖാത്തബ് ഖാലിദ്ദിഹിൻ മിനൽ ഹുക്മി, ഈ വിഷയത്തെ കുറിച്ച് അയാൾക്ക് ഒന്നും അറിയില്ല, അയാൾ ഒന്നും അറിയാത്ത എംറ്റിയാണ് അയാളെ മനസ്സ്. എങ്കിൽ അയാളുടെ ഇബ്തിദാ എന്നൊക്കെ പറഞ്ഞാൽ മതി, സാധാ പോലെ പറഞ്ഞാൽ മതി. അതായത് തഅക്കീദിന്റെ അദാത്തൊന്നും ഇല്ലാതെ, ഖാലിയ മിൻ അദവാത്ത് തഅക്കീദിന്റെ അദാത്തുകളൊന്നും ഇല്ലാതെ പറഞ്ഞാൽ മതി ഖാലിദ്ദിഹിനാണെങ്കിൽ. അപ്പൊ മനസ്സിലാക്കി, ഇബ്തിദാഇ എന്നാൽ ഖാലിദ്ദിഹിനായ, അയാളുടെ മനസ്സിൽ അതിനെ കുറിച്ച് ഒരു വിവരവും, അയാളോട് പറയുമ്പോൾ ഇബ്തിദാഇ ആയിട്ട് നമ്മൾ പറയാം. അതായത് അവിടെ അദവാത്ത് തഅക്കീദ് നമ്മൾ ഉപയോഗിക്കൂല. ഒരു ഉദാഹരണം പറയാം, ഒരാളിങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കണം, പറയണത് എന്റെ സഹോദരൻ വരുന്നുണ്ട് എന്ന് പറയാണ്. അയാൾക്കൊന്നും അറിയില്ല, അപ്പൊ അവനോട് നമ്മൾ ഇവരെ അറിയിച്ചു കൊടുക്കാണ്. അപ്പോൾ തീർച്ചയായും എന്റെ സഹോദരൻ വരുന്നുണ്ട് എന്ന് തഅക്കീദിന്റെ ആവശ്യമില്ല, കാരണം അയാൾ ഖാലിദ്ദിഹിനാണ്, അയാൾക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അയാളുടെ തഅക്കീദില്ലാതെ പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ഇനാണ് ബൊറബ്, ഇനാണ് എന്ത്, ത്വലബി. ത്വലബി എന്നാല് നമ്മുടെ മുഖാത്തബ്, നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ആള് മുത്തറദ്ദിദുൻ ഫിൽ ഹുക്ം ആണെങ്കിൽ, മുത്തറദ്ദിദുൻ ഫിൽ ഹുക്ം പറഞ്ഞാൽ എന്താ, അയാൾക്ക് വിഷയത്തെ കുറിച്ച് സംശയമുണ്ട്, ഉണ്ടോ ഇല്ലേ സംശയമുള്ള ആളാണ്. ഖാലിദ്ദിഹിനാകുമ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത ആളാണ്. മുത്തറദ്ദിദുൻ ഫിൽ ഹുക്ം ആകുമ്പോൾ അയാൾക്ക് സംശയമുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ആളോട് എന്താണ്, യഹ്സനു തഅക്കീദുഹു ലഹു, ഓനോട് തഅക്കീദ് ചെയ്യൽ നല്ലതാണ്.
അപ്പൊ ഒരു തേക്കീതിന്റെ അതാത്തൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വന്ന് പറയാം ഇന്ന ഹാക്ക് കാദ്യമൻ. ഇപ്പൊ അങ്ങനെ സംശയിച്ചിരിക്കണം, എന്റെ സഹോദരൻ വരൂലേ നിങ്ങൾ സംശയിച്ചിരിക്കും, മുത്തറദ്ദിദുൽ ഹുക്മാണ്. അപ്പൊ അവരോട് ഇബ്താഇ ആയിട്ടല്ല പറയാം, അവരോട് ത്വലബി ആയിട്ട് പറയാം. അതായത് ഒരു തേക്കീതിന്റെ അതാത്ത് ഉപയോഗിച്ചിട്ട് ഇന്ന ഹാക്ക് കാദ്യമൻ എന്ന് പറയാം. അപ്പൊ ഒന്നാമത്തെ ഖാലിദിഹിനാണ്, അവനോട് തേക്കീതിന്റെ അതാത്ത് ഇല്ലാതെ പറയും. രണ്ടാമത്തെ ആള് മുത്തറദ്ദിദാണ്, അത് അപ്പൊ അയാളുടെ തേക്കീതിന്റെ അതാത്ത് ഒരു തേക്കീതിന്റെ അതാത്ത് കൊടുത്തിട്ട് പറയും അതിനെ ത്വലബി ചെയ്യുന്നത്. മൂന്നാമത്തെ ഖിസ്മാണ് ഇൻകാരി. ഇൻകാരി അവൻ നിഷേധിക്കാണ്, അയാൾ എന്റെ സഹോദരൻ വരുന്നില്ല എന്ന് നിഷേധിക്കുന്ന ഒരാളോട് പറയാണ് തീർച്ചയായും നിന്റെ സഹോദരൻ വരുന്നുണ്ട്. അപ്പൊ നിഷേധിക്കുന്ന ഓ മുൻകിറുൽ ഹുക്കുമാണെങ്കിൽ, ഇവിടെ മുദക്കിറുൽ ഹുക്കും എന്നാണ്, സോറി മാറിയതാണ്, മുൻകിറുൽ ഹുക്കും കേട്ടോ. ഈ ഹുക്കുമിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തെ നിഷേധിക്കുന്ന ഒരാളാണെങ്കിൽ ഓനോട് ഒരു തേക്കീതൊന്നും മതിയാവില്ല, 2-3 തേക്കീതൊക്കെ വെച്ചിട്ട് പറയേണ്ടി വരും. മലയാളത്തിൽ ഇപ്പോ തേക്കീത് നമ്മൾ തീർച്ചയായും എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിക്കൂ, പക്ഷെ അറബിയിലെ കുറെ പ്രയോഗങ്ങളുണ്ട്. ഇന്ന അതിലെല്ലാമ ഇന്ന അഹാക്ക ല ഖാദിമുൻ ഉണ്ടോ, ഇന്ന അഹാക്ക ല ഖാദിമുൻ. അപ്പൊ ഇന്ന എന്നുള്ള തേക്കീതിനാണ്, ല എന്നുള്ള തേക്കീതിനാണ്. 2 തേക്കീതൊക്കെ കൊടുത്തിട്ട് പറയുമ്പോൾ അത് ഇൻകാരിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, ഖബറിന്റെ 3 ഇനങ്ങൾ, ഒന്ന് ഇബ്തിദാഇയാണ്, അത് ഖാലിദിനായ ആളാണെങ്കിൽ ഇബ്തിദാഇ ആയിട്ട് കൊണ്ടുവരും. രണ്ടാമത്തെ ത്വലബി, മുത്തറദ്ദിദുൽ ഹുക്കം ആണെങ്കിൽ ത്വലബി ആയിട്ട് കൊണ്ടുവരും. മൂന്നാമത്തെ ഇൻകാരിഹി, നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ആൾ മുൻകിറുൽ ഹുക്കം, അയാൾ മുൻകിറാണ്, നിഷേധിക്കുന്ന ആളാണെങ്കിൽ അവനോട് ഇൻകാരിയായിട്ടും കലാമിനെ കൊണ്ടുവരും. ഇൻകാരി ആവുമ്പോൾ ഒന്നിൽ കൂടുതൽ തേക്കീതിന്റെ അതാത്തുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും കലാമിനെ കൊണ്ടുവരിക. ഇനി ഇവിടെ പറയുന്നത് ഇൻഷാഇനെ കുറിച്ച് പറയാൻ കേട്ടോ. അപ്പൊ ഖബറിനെ കുറിച്ച് പറഞ്ഞു, ഖബറിന്റെ 3 അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ഇൻഷാ എന്താ, സിദ്ക്കിനും കെദിബിനും സാധ്യത ഇല്ലാത്തത്. ആ ഇൻഷാഇയ കലാം രണ്ടായിട്ടുണ്ട്, ത്വലബിയുണ്ട്, ഗൈറു ത്വലബിയുണ്ട്. നമ്മൾ പറയുന്ന അവസരത്തിൽ കരസ്ഥമാകാത്തൊരു കാര്യം തേടുന്നതിനാണ് ത്വലബിയർ. നീ ഭക്ഷണം കഴിക്കേ, ഇതുവരെ കഴിച്ചിട്ടില്ല, നീ ഭക്ഷണം കഴിക്കേ, അല്ലെങ്കിൽ പഠിത്തവനെ ഞങ്ങൾക്ക് എന്താണ് നല്ല ഹൈറിനെ തരണേ. അപ്പൊ നമ്മൾ ഇല്ലാത്ത കാര്യം തന്നെ ആവശ്യപ്പെടുകയാണ്. അതിനൊക്കെ ദുആ, അംറ്, നഹി, ഇതൊക്കെ ഒരു കാര്യം തേടുന്നതിന് ത്വലബി എന്ന് പറയും. തേടുന്നതല്ലാത്തതിന് ഗൈറു ത്വലബി എന്നും പറയും. അപ്പൊ ത്വലബീന് ഉദാഹരണമാണ് അംറ്, അതുപോലെ തന്നെ ദുആ. അംറുണ്ട്, അതുപോലെ തന്നെ നഹി ഉണ്ട് കേട്ടോ, അംറ് നഹി, ദുആ, അതുപോലെ തന്നെ ഇൽത്തിമാസൻ. എന്താ ഇൽത്തിമാസൻ, അംറിന്റെ വേറെ ഇനാണ്, അംറാണ്. ഇൽത്തിമാസ്, ഇർഷാദ്, പല ആവശ്യത്തിന് വേണ്ടി അംറ് ഫെയിൽ വരും, തോർക്കാൻ വേണ്ടിട്ട് വരും, ഇൽത്തിമാസിന് വേണ്ടി വരും. സാധാരണ ഒരാളുടെ കൂട്ടുകാരനോട് പറയാം ആയത്തിനേക്ക് തന്നിലെ ബുക്ക് എനിക്ക് താ, അതൊരു കൽപ്പനയാണ്. അല്ലെങ്കിൽ ഇർഷാദിന് വേണ്ടിയിട്ട് പല ആവശ്യത്തിന് അംറ് വരും. ഇനി രണ്ടാമത്തെ ത്വലബിയ്യ ആയിട്ടുള്ള ഇൻഷാ ആണ് നഹി എന്ന് പറയുന്നത്. നഹി എന്ന കഫുൻ അനിൽ ഫീല് അലാ വജ്ഹിൽ ഇസ്തിലാഇ, ഒരാളുടെ ഒരു പ്രവർത്തനം ചെയ്യരുത് എന്ന് വിരോധിക്കുന്നതിനാണ് നഹി എന്ന് പറയുന്നത്. നഹിയും പല രൂപത്തിൽ വരും, ദുആ ആയിട്ട് വരും, തമന്നി ആയിട്ട് വരും, ഇർഷാദ്, ഒരാൾ ഉപദേശിക്കാൻ വേണ്ടിട്ട് വരും. മോനെ നീ എന്താ വെറുതെ സ്പീഡിൽ ബൈക്ക് ഓടിക്കരുത് കേട്ടോ എന്ന് നമ്മൾ അവനെ വിരോധിക്കണേ, അത് ഇർഷാദിന്റെ നഹിയാണ്. തൗബീഖാനെ പേടിപ്പിച്ചുകൊണ്ടുള്ള നഹി, എടാ സ്പീഡ് പോയാലും എന്താകും, പോലീസ് പിടിക്കും എന്ന തൗബീഖിന്റെ നഹിയാണ്. ഇതൊക്കെ ഓരോ ഉദാഹരണങ്ങൾ മലയാളത്തിൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അറബിയിൽ ഇതിൽ ഉദാഹരണങ്ങൾ ഉണ്ടാകും, ബലാഗത്തുൽ എടുത്ത് നോക്കാം. ഓക്കെ. അപ്പൊ അംറുണ്ട്, നഹിയുണ്ട്, ഇസ്തിഫാം ഉണ്ട്. ഇസ്തിഫാമ ചോദ്യം ചോദിക്കുക, അതെന്താണ് ത്വലബി ആയിട്ടുള്ള ഇൻഷാ, ത്വലബിയിൽ വിട്ടതാണ് ഇസ്തിഫാമൊക്കെ. ഇസ്തിഫാമിന്റെ അദാത്തുകൾ ഹംസ, ഹല്ല്, മന്ന്, മത്ത, ഐന, ഇതൊക്കെ ഇസ്തിഫാമിന്റെ അദാത്തുകളാണ്. അടുത്ത തമന്നി, ത്വലബ് അംറിൻ മഹബൂബിൻ ലാ യുർജ, ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത കാര്യത്തെ ആഗ്രഹിക്കുന്ന തമന്നി. ഞാൻ എന്താ LKG പഠിക്കുന്ന കുട്ടിയായിരുന്നെങ്കിൽ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ, ഒരിക്കലും ആവാൻ സാധ്യതയില്ല അല്ലെ. നമ്മൾ വലുതായി വരികയാണ്, ചെറിയ കുട്ടിയായി വരൂല. കരസ്ഥമാകാൻ ഒരു പ്രതീക്ഷയില്ലാത്ത കാര്യത്തെ ആഗ്രഹിക്കുന്നതിനാണ് തമന്നി എന്ന് പറഞ്ഞത്. അതുപോലെ നിദ, ഒരാളെ വിളിക്കുക, എടാ നമ്മൾ യാ വെച്ചിട്ടോ അല്ലെ അയാ വെച്ചിട്ടോ ഒക്കെ വിളിക്കൂല നമ്മള്, ഇതാ, അതും ഇൻഷാ ത്വലബിയാണ്. ഇൻഷാ ത്വലബി നമ്മൾ ഏതൊക്കെ പഠിച്ചു, അംറ പഠിച്ചു, നഹി പഠിച്ചു, ഇസ്തിഫാം പഠിച്ചു, തമന്നി പഠിച്ചു, നിദ പഠിച്ചു. ഇനി എന്താണ് ഇൻഷാ ഗൈറു ത്വലബിയാണ്, ജസ്റ്റ് ഇവിടെ പറയാൻ വിട്ടുപോയതാണ്. ഇൻഷാ ഗൈറു ത്വലബി ഉണ്ട്, അതിന്റെ ഉദാഹരണമാണ് തഅജ്ജുബ്, നമ്മൾ അത്ഭുതം പ്രകടിപ്പിക്കൂലേ, അത് ഗൈറു ത്വലബിയാണ്. അതുപോലെ തന്നെ നമ്മൾ തറജി, കിട്ടാനുള്ള സാധ്യതയുള്ള കാര്യത്തെ പ്രതീക്ഷിക്കുക. ഞാൻ വലിയ കോടീശ്വരനായിരുന്നെങ്കിൽ, നമുക്ക് സാധ്യത ഉണ്ടല്ലോ, തറജി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തറജി, അതുപോലെ തന്നെ തഅജ്ജുബ്, ഈ സംഭവങ്ങൾ ഇൻഷാ ഗൈറു ത്വലബി ആട്ടോ. ജസ്റ്റ് ഇവിടെ വിട്ടുപോയതാണ്, ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് വിട്ടുപോയത്. അപ്പൊ ഇൻഷാ രണ്ടുണ്ട്, ത്വലബിയുണ്ട്, ഗൈറു ത്വലബിയുണ്ട്. ഗൈറു ത്വലബിയുടെ ഉദാഹരണമാണ് തഅജ്ജുബ്, അതുപോലെ തന്നെ തറജി സംഭവങ്ങളൊക്കെ. ഇനി നമ്മൾ പഠിക്കണം വസ്ല് ഫസ്ല്, ഇതെന്താണ് മാത്രം പഠിച്ചാൽ കേട്ടോ. വസ്ല് ഫസ്ല് പറഞ്ഞാല് വസ്ലൻ അത്ഫ് ജുംലത്തിന് അലാ ഉഖ്റാ ബിൽ വാവി, ഒരു ജുംലയെ മറ്റൊരു ജുംലയുടെ മേലെ അത്ഫ് ചെയ്യുക, വാവ് കൊണ്ട് അത്ഫ് ചെയ്യുന്നതിനാണ് വസ്ല് എന്ന് പറയാം. അപ്പൊ ഫസ്ല് പറഞ്ഞാൽ എന്താ, അതിനെ ഉപേക്ഷിക്കുക,
രണ്ട് ജുംലകൾ പറഞ്ഞിട്ട് രണ്ടിന്റെ ഇടയിൽ അത്തഫില്ലാതെ വാവുകൊണ്ട് അത്തഫില്ലാതെ പറയുമ്പോൾ അത് ഫസ്ലും, വാവുകൊണ്ട് അത്തഫ് ചെയ്ത് പറയുമ്പോൾ അതിന് വസ്ൽ എന്ന് പറയും. അപ്പൊ വസ്ൽ എന്ന് പറഞ്ഞാൽ അത്തഫ് ജുംലത്തിന് അല ഉഖറ, ഒരു ജുംലയെ വേറെ ജുംലന് മേലെ അത്തഫ് ചെയ്യുക ബിൽ വാവ്, വാവ് കൊണ്ട്. ഇനി ശ്രദ്ധിക്കുക, അപ്പൊ എവിടെയൊക്കെ വാവ് കൊണ്ട് ജുംല അത്തഫ് ചെയ്യേണ്ടത്, വസ്ലാക്കേണ്ടത്, എവിടെയൊക്കെ ഫസ്ലാക്കേണ്ടത്, ഇതിനെ കുറിച്ച് എന്താണ് ഓരോന്നിനും 3 അവസ്ഥകളുണ്ട്. ഫസ്ലിന് 3 മൗലികകളുണ്ട്, വസ്ലിനും 3 മൗലികകളുണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു കാറ്ററിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ട അത്യാവശ്യമില്ല. ഇനി ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം വസ്ലു ഫസലിന്റെ 3 സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ബലാത്തെ വാലി നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറെ സമയം എടുക്കും. ഓരോന്നിനും 3 വീതമുണ്ട്. അത് നമ്മൾ ബാക്കിയുള്ള എല്ലാം പഠിച്ച് മാനും ബദിയും അറുകളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ വസ്ലു ഫസലിന്റെ 3 അവസ്ഥകളെ കുറിച്ച് നോക്കിയാൽ മതി. ബേസിക്കലി വസ്ലു ഫസൽ എന്താണ് പഠിച്ചേക്കുക? വസ്ല് തന്നെ അത്തഫ് ചെയ്യലാണ്. ഫസ്ൽ എന്ന് പറഞ്ഞാൽ അത്തർക്കുൽ ഹാദാത്ത്, അത്തഫിനെ ഉപേക്ഷിക്കുന്നതിനാണ് ഫസ്ൽ എന്ന് പറയുന്നത്. ഇനി ഈജാസ്, ഇത്നാബ്, മുസാവാത്ത്. നമ്മൾ ഇൽമുൽ ബയാനിലെ അവസാനത്തെ ചർച്ചയാണ് ഈജാസ്, ഇത്നാബ്, മുസാവാത്ത്. മുസാവാത്ത് എന്താ? നമ്മൾ ഉദ്ദേശിക്കുന്ന മാനയും അതിനുവേണ്ടി നമ്മൾ പറയുന്ന ലഫ്ലും രണ്ടും, ഇബാറത്ത് പദപ്രയോഗം രണ്ടും തുല്യമാകും. തഅദിയത്തുൽ മാനൽ മുറാദി ബി ഇബാറത്തിൽ മുസാവിയത്തിലും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാനയെ അതിനോട് തുല്യമായിട്ടുള്ള ഇബാറത്ത് കൊണ്ട്, ലഫ്ല് കൊണ്ട് പറയുമ്പോൾ മുസാവാത്താണ്. അപ്പൊ ലഫ്ലും മാനയും തുല്യമായാൽ മുസാവാത്ത് എന്നും. ഇത്നാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇബാറത്തിന് സായിദത്തിനാനോ, നമ്മൾ പറയുന്ന മാനയേക്കാളും അധികരിച്ച് ഇബാറത്ത് കൊണ്ട് പറയുമ്പോൾ അത് ഇത്നാബ് എന്ന് പറയും. ഞാൻ വയസ്സനായി എത്ര പറഞ്ഞാൽ മതി, എനിക്ക് മുടി നരച്ചു, കൈകാലുകളൊക്കെ ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ വയസ്സനായി എന്ന ഒറ്റ ആശയമുള്ളൂ. ഒരു ആശയത്തെ നമ്മൾ കുറെ ലഫ്ല് കൊണ്ട് പറയുമ്പോൾ അതിന് ഇത്നാബ് എന്ന് പറയും. ഇനി നേരെ തിരിച്ച് ഈജാസ്, തഅദിയത്തുൽ മാന ബി ഇബാറത്തിന് ഖലീലത്തിനാനോ, ഒരു മാനയെ അതിനെ തൊട്ട് ചുരുങ്ങിയ ഇബാറത്ത് കൊണ്ട് ലഫ്ലുകളെ കൊണ്ട് പറയുമ്പോൾ ഈജാസാണ്. ഇപ്പൊ ഖുർആനിലൊക്കെ കൂടുതൽ കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അലാ ലഹുൽ ഖൽഖു വൽ അംറു, കുറെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് എന്താവാം ബലാത്തുൽ വാലി, ഇതിലൊക്കെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ആ ഉദാഹരണങ്ങളൊക്കെ, അതായത് നമ്മുടെ മാനയേക്കാളും കുറഞ്ഞ ഇബാറത്തുകളെ കൊണ്ട്, കുറഞ്ഞ പദപ്രയോഗങ്ങളെ കൊണ്ട് ഒരു മാനയെ നമ്മൾ പറയുമ്പോൾ അതിന് ഈജാസ് എന്ന് പറയും. ഈജാസിനെ ചുരുക്കുക, ഇതിനാബലം നീട്ടി പറയുക, മുസാവാത്തിനെ തുല്യമായി പറയുക. ഇനി ഇവിടെ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇത്നാബ് എന്നാൽ എന്താണ്? ലാസ്റ്റ് ഇത്നാബിനെ ഫായിദയോട് കൂടെ സായിദയാക്കുമ്പോഴാണ് ഇത്നാബ്. ഒരു ഫായിദ ഇല്ലാതെ നീട്ടിപ്പറ്റി പറയുമ്പോൾ അതിന് തത്വീൽ എന്ന് പറയും. അപ്പൊ ഇത്നാബും അതുപോലത്തെ സാദൃശ്യമുള്ള വേറെ സാധനമാണ് തത്വീൽ. അപ്പൊ ഇത്നാബും തത്വീലുള്ള വ്യത്യാസം എന്ന് പറയും. ഇത്നാബ് എന്ന ഫായിദക്ക് വേണ്ടിയിട്ടാണ് നീട്ടിപ്പറ്റി പറയുന്നത്, സായിദയാക്കി പറയുന്നത്. നബി ഗൈരിൽ ഫായിദ ഇല്ലാതെ പറയുമ്പോൾ അത് തത്വീൽ എന്നാ പറയാം, അത് ഇത്നാബല്ല. ഇത്നാബ് എന്ന് പറഞ്ഞ സാഹിത്യത്തിന്റെ രീനാണെങ്കിൽ തത്വീൽ എന്ന് പറഞ്ഞ സാഹിത്യത്തിന്റെ രീന അല്ല. ഓക്കെ, നമ്മള് അവസാനത്ത് പറയുകയാണെങ്കിൽ എന്താണ്, ചുരുക്കി പറഞ്ഞാൽ ഇനി സാദൽ ലഫ്ലല്ല മാനയേക്കാളും ലഫ്ലാണ് കൂടുതലെങ്കിൽ അത് ഇത്നാബാണ്. വൈകാൽ മാന അക്തർ, ഇനി ലഫ്ലിനേക്കാളും മാനയാണ് കൂടുതലെങ്കിൽ അത് ഈജാസ് ആണ്. തസാവൽ ലഫ്ലു വൽ മാന, ലഫ്ലു മാനയും തുല്യമാണെങ്കിൽ അത് മുസാവാത്തും ആണ് എന്നുള്ളതാണ് ഇവിടെ മാന ചർച്ച കഴിഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഞാനിവിടെ ജസ്റ്റ് ഞങ്ങളോട് ഡൗട്ടുകളൊക്കെ ചോദിക്കട്ടോ. ഒരു കാര്യം ഞങ്ങളോട് ഇത് പറയാനുള്ളത്, നമ്മൾ ഇന്ന് ഇൽമുൽ ബയാൻ, ഇൽമുൽ ബദിയക്ക്, ഇൽമുൽ മാനി 2 ഏരിയകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സിലബസിൽ എല്ലാ ഏരിയകളും കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ സ്കിപ്പ് ചെയ്ത് പറഞ്ഞ എല്ലാത്തിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ചിലതിൻ്റെ ഞാൻ പറയുമ്പോൾ മലയാളത്തിലെ ഉദാഹരണം പറഞ്ഞു എന്നല്ലാണ്ട് അറബിയിൽ സാധാരണ വരുന്ന ഉദാഹരണങ്ങൾ വെച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്രയും സമയം ഉദാഹരണങ്ങൾ, ഇതിലേറെ സമയം നമുക്ക് ഉദാഹരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം വേണ്ടി വരും. നമ്മൾ ക്രാഷ് കോഴ്സ് ആണ്, എക്സാം വളരെ അടുത്തിട്ടുണ്ട്. സമയത്ത് നമ്മൾ ഉദാഹരണം വെച്ചിട്ട് ക്ലാസ് നമുക്ക് സമയം ദീർഘിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഡെഫിനിഷനും അതിന്റെ തഖ്സീമുകൾ, അതിന്റെ ഇനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഓരോന്നിന്റെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്താവാ ഇന്ന് തന്നെ പോയിട്ട് അല്ലെങ്കിൽ നാളെ തന്നെ വൈകരുത്, അതൊക്കെ പെട്ടെന്ന് മറന്നു പോകും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിരുന്നു. ഈ ധാരണ വെച്ചിട്ട് എന്താവാ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ബലാത്തുൽ വാദിഹ എന്നുള്ള കിതാബ് എടുത്തിട്ട് എന്താവാ. ഇതിൽ ഖസ്ർ പറഞ്ഞില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ PPT ഉൾപ്പെടുത്തില്ല, ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കി പറയട്ടോ. ഖസ്ർ എന്ന് പറഞ്ഞാല് ചുരുക്കുക. ഇന്നമാ സെയ്ദുൻ ആലിമൻ, സെയ്ദ് ആലിമ മാത്രമാണ്. നമ്മൾ ഒരു കാര്യത്തിന്റെ മേലെ ഒരു കാര്യത്തെ ചുരുക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുക. ഖസ്ർ പറഞ്ഞാല് നമ്മള് ഖസ്റിനെ വേറെ പല ഖസ്ർ. അപ്പൊ ഖസ്ർ നമ്മൾ പഠിക്കാനുള്ളത് 4 രൂപത്തിൽ ഖസ്റാക്കും. ഇന്നമ വെച്ചിട്ട് ഖസ്റാക്കും, അല്ലെങ്കിൽ മുന്തിക്കാനുള്ള വസ്തുവിനെ പിന്തിച്ചിട്ട് ഖസ്റാക്കും, അല്ലെങ്കിൽ ഇല്ല കൊണ്ട് നഫി വൈസിന എന്ന് പറയും, ഇല്ല കൊണ്ടുള്ള ഖസ്ർ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ 4 രൂപത്തിൽ എന്തുണ്ട് ഖസ്ർ ഉണ്ട്. അതായത് ഞാൻ ജസ്റ്റ് എന്താണ് ഇതില് ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഖസ്റും കൂടെ പറയാം. ഓക്കെ, ജസ്റ്റ് PPT കൂടെ കാണിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഉപകാരപ്പെടല്ലോ.
സോറി, അല്ല, ഇതിലെ ഖസറിന്റെ പിപിടിന്റെ ലാപ്പിൽ ഇല്ല, എന്റെ കയ്യിലില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒരു ചെറിയ ഷെയ്ഖുകളെ മറ്റൊന്നിനെ ചുരുക്കുന്നതിനാണ് ഖസർ എന്ന് പറയാം. സെയ്ദ് ആലിമ മാത്രാണ്, അല്ലെങ്കിൽ ലാ അഹദുൻ ഫി സ്വഫി ഇല്ലാ സെയ്ദ്, ക്ലാസ്സിൽ ആരും ഇല്ല ഇല്ല സെയ്ദ് അല്ലാതെ. ഇപ്പൊ ക്ലാസിന്റെ മേലെ സെയ്ദിനെ മാത്രം ചുരുക്കാണ്. അപ്പൊ ഒരു വസ്തുവിനെ മറ്റൊന്നിനെ ചുരുക്കുന്നതിനാണ് എന്താ പറയാ ഖസർ എന്ന് പറയുന്നത്. അത് 4 ത്വരീഖകളുണ്ട്. നഫി വൈസ്തിസ്നാ, ഇന്നമ, അല്ലെങ്കിൽ മുന്തിക്കേണ്ടതിനെ പിന്തിക്കുക, വേറെ ഒരു രൂപത്തിലൂടെ എന്തുണ്ട് ഖസറിന്. 4 രൂപത്തിൽ ഖസറുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കട്ടോ. പക്ഷെ അല്ല, ഇനി സമയം കിട്ടാൻ നമുക്ക് ഇനി ഇൽമുൽ ബദീന്റെ ഇൽമുൽ അറൂദിന്റെ സെഷൻ വരുന്നുണ്ട്. അത് നാളെ തന്നെയാണ്. അപ്പൊ അന്ന് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഖസറിനെ കുറിച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇന്നെന്തായാലും ഞാൻ PPT ഉൾപ്പെടുത്തിയിട്ടില്ല, മിസ്സായി പോയതാ, അറിയാണ്ട് വിട്ടുപോയതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഷാല്ല ഇനി ഒരു കുറച്ച് സമയം കൂടെ ഉണ്ട്, ഒരു 5 മിനിറ്റ്. നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് ചോദിക്കാം. ഇൽമുൽ ബയാനി, ഇൽമുൽ മാനി, രണ്ടിലുള്ള ഡൗട്ടുകളെ കുറിച്ച് ചോദിക്കാം. അറിയുന്നത് ഞാൻ പറയും, അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ബാക്കിയുള്ള ഷെയർ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചർച്ച ചെയ്തിട്ട് തീരുമാനമാക്കാം. ഓക്കെ, PDF സെൻഡ് ചെയ്യാമോ? നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്ററോട് ചോദിച്ചാൽ മതി കേട്ടോ. അവര് പറഞ്ഞതനുസരിച്ച് നമുക്ക് ചെയ്യും. മജാസ് ആക്കരി ഒന്ന് പറയോ? മജാസ് അക്ലി പറഞ്ഞാല് ഇസ്നാദിൽ, അതായത് ഇസ്നാദുൽ ഫെയിലി ഔ മാഫി മാനാഹു ഇലാ ഗൈരി മാ ഹുവ ലഹു ഇലാ ഗൈരി മാ ഉലിയ ലഹു ലി അലാഖത്തിൻ മാനിയത്തിൻ. ഞാൻ ജസ്റ്റ് മജാസ് ലഫ്ലീനെ വെച്ചിട്ട് പറഞ്ഞു കേട്ടോ. ഒരു മിനിറ്റ്. മജാസ് മുർസലിനെ കലിമത്തുൻ മുസ്തമിലത്തുൻ ഫി ഗൈരി മാനാഹുൽ അസ്ലി, അല്ല, മജാസ് ലുഗവി ലഫ്ലുൽ മുസ്തമിൽ ഫി ഗൈരി മാ ലഹു എന്നല്ലേ. അതായത് മജാസ് ലുഗവി ആകുമ്പോൾ ഒരു ലഫ്ലായിരിക്കും, ഒരു ഫെയിലോ ഫായിലോ ഇസ്മ ഹർഫൊക്കെ ആയിരിക്കും. മജാസ് അക്ലി ആകുമ്പോൾ ഇസ്നാദുൽ ഫെയിലി ഔ മാഫി മാനാഹു ഇലാ ഗൈരി മാ ഉലിയ ലഹു, ബാക്കി അതേപോലെ. അതായത് ഫെയിലിനെയോ ഫെയിലിന്റെ മാനക്കുള്ള ഫായില് മഫൂലിനൊക്കെ അതല്ലാത്തതിലേക്ക് ചേർക്കുക. ബനൽ അമീറു അൽ ഖസ്റ സാധാരണ വരുന്ന ഒരു ഉദാഹരണമാണ്. രാജാവ് നിർമ്മിച്ചു, കൊട്ടാരം നിർമ്മിച്ചു. രാജാവിനെ ആ ഫെയിലിനെ ചേർക്കാണ്. ആരിലേക്ക്? രാജാവിലേക്ക്. ശരിക്കും നിർമ്മിച്ചത് രാജാവാണോ? അല്ലല്ലോ. ആര് നിർമ്മിച്ചത്? പണിക്കാർ നിർമ്മിച്ചതാണ് കൊട്ടാരം. രാജാവ് അതിന് കൽപ്പിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് ബന എന്നർത്ഥ ഫെയിലിനെ യഥാർത്ഥ ഫായിലാകുന്ന പണിക്കാരിലേക്ക് ചേർക്കാതെ അതിന് കാരണക്കാരനായിട്ടുള്ള രാജാവിലേക്ക് ചേർത്തു. അപ്പൊ ഇസ്നാദുൽ ഫെയിലി ഓ മാഫി മാനാഹു ഇലാ ഗൈരി മാ ഹുവ ലഹു, അതിന് അല്ലാത്തതിലേക്ക് ഫെയിലിനെയോ ഫെയിലിന് മാനക്കുള്ള ഫായിലും മഫൂലിനെയൊക്കെ ചേർക്കുമ്പോൾ ആ മജാസിനാണ് മജാസ് അക്ലി എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ചേർക്കുന്നതിലാണ് മജാസ് ഉള്ളത്. അമീറിന് തെറ്റില്ല, ബന എന്ന് പറഞ്ഞ ഫെയിലിന് തെറ്റില്ല. പക്ഷെ അമീർ നിർമ്മിച്ചു എന്ന് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അമീർ എന്ന് പറഞ്ഞ മജാസല്ല, നിർമ്മിച്ചു എന്ന് പറഞ്ഞ മജാസല്ല, പക്ഷെ അമീർ നിർമ്മിച്ചു എന്ന് പറയുന്നതാണ് മജാസ്. ആ ഇസ്നാദിനാണ് മജാസ് ഉള്ളത്. അതിനാണ് മജാസ് അക്ലി എന്ന് പറയുന്നത് കേട്ടോ. ഫെയിലിനെയോ ഫെയിലിന്റെ മാനക്കുള്ളതിനെ ഫായില് മഫൂല് ഇതൊക്കെ എന്താ മജാസ് ആയിട്ട് വരാം. അതിനാണ് മജാസ് അക്ലി എന്ന് പറയും. മജാസ് പറഞ്ഞു അത് സബബുൽ ഫിഅൽ അല്ലല്ലേ? എങ്ങനെ? സമാനുൽ ഫിഅൽ മകാനുൽ ഫിഅൽ ഒക്കെ ഇല്ലേ അതില്? കേട്ടില്ല. സബബുൽ ഫിഅലിന് ഉദാഹരണമല്ല സാർ പറഞ്ഞ, സമാനുൽ ഫിഅൽ മക്കാനുൽ ഫിഅൽ ഒക്കെ ഇല്ലേ? ഒക്കെ ഉണ്ട്. അമ്പത്തർ റബി ഉൽ ബഖല, മഴക്കാലം മുളപ്പിച്ചു. എന്റെ സസ്യലതാദികളെ മഴക്കാലം മുളപ്പിച്ചു പറയുമ്പോ എന്താണ് ഇത്? ഒരു സമയമാണ് അല്ലെ. മഴക്കാലം അള്ളാഹു താലാണ് മുളപ്പിച്ചത്. ശരിക്കും യഥാർത്ഥം മുളപ്പിക്കുന്ന അള്ളാഹുവാണ്. അള്ളാഹുലേക്ക് ചേർക്കാതെ അതിന്റെ കാലം സാധാരണ മുളക്കുന്നത് തന്നെ റബ്ബി വസന്തകാലത്തല്ല മുളക്കല്. അപ്പൊ അതിന് വ്യത്യസ്ത രൂപത്തിൽ എന്താ ചേർക്കണത്. അപ്പൊ അതിന് ഓരോ ഉദാഹരണങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഞാൻ ഇപ്പൊ പറഞ്ഞ രാജാവ് കൊട്ടാരം നിർമ്മിച്ചുള്ള രാജാവ് കാരണമായി എന്നുള്ളതാണ്. ഷഫത്ത് തൊബീബൽ മരിയില്ല, രാജാവ് സോറി ഡോക്ടർ രോഗം സുഖപ്പെടുത്തിയപ്പോൾ ശരിക്കും അള്ളാഹുവാണ് സുഖപ്പെടുത്തിയത്. പക്ഷെ ഡോക്ടറിലേക്ക് ചേർക്കുന്ന ഡോക്ടർ സംഭവം എന്നതൊക്കെ അങ്ങനെ പല രൂപത്തിൽ എന്താകാം ചേർക്കേണ്ടതല്ല. അതിലേക്ക് ഫെയിലിനെയോ ഫെയിലിനെ ചേർക്കും. ഇതാണ് മജാസ് അക്ലി എന്ന് പറയും. മജാസ് ഒന്നുകൂടെ പറയാന്ന് ഒരാൾ ചാറ്റ് ചെയ്ത്, മജാസ് തന്നെ നമ്മൾ മജാസ് എന്നാൽ ആമായി പറയുകയാണെങ്കിൽ ഒരു ലഫ്ലിനെയോ ഫെയിലിനെയൊക്കെ അതിന്റെ മാനക്ക് അല്ലാത്തതിൽ ഉപയോഗിക്കുന്നതിനാണ്. അതിന്റെ മാനക്ക് ഉപയോഗിക്കുമ്പോൾ ഹക്കീക്ക മാനക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഹക്കീക്കത്തും, അതല്ലാത്തിനും ഉപയോഗിക്കുമ്പോൾ മജാസും. ഈ മജാസ് നമുക്ക് പല രൂപത്തിലുണ്ട്. മജാസ് അക്ലി ഉണ്ട്. ഫെയിലിനെയോ അതിന്റെ മാനക്കുള്ളതിനെയോ അതല്ലാത്തതിലേക്ക് ചേർക്കും മജാസ് അക്ലി വരും. അല്ലെങ്കിൽ ഒരു ലഫ്ലിൽ ആ ലഫ്ലിനെ വെക്കപ്പെട്ട മാന അല്ലാത്തതിനെ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന് മജാസ് ലുഗവി എന്ന് പറയും. മജാസ് ലുഗവി രണ്ടായിട്ടുണ്ട്. മജാസ് മുർസലുണ്ട്, മജാസ് ഇസ്തിആറത്തും ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എല്ലാവരും ഉഷാറായി പഠിക്കട്ടെ. ഇനി എന്തെങ്കിലുമൊക്കെ നമ്മളെ ബലാഗന്റെ എന്തേ കേട്ടില്ല?
അദറബുൽ ഖബറിലെ ഇബ്തിദാഇ ഇല്ലേ, ആ ആ ആ അത് മിസ്സായി പോയി, അത് പറയുന്നത്. ഓക്കെ. അതായത് ഖബറിയായ കലാമിനെ നമ്മൾ 3 രൂപത്തിലാണ് കൊണ്ടുവരിക. ഒന്നുകിൽ ഇബ്തിദാഇയായിട്ട് കൊണ്ടുവരും. അത് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന മുഖാത്തബ് ഖാലിദിഹിനാണ്. അയാൾക്ക് ഈ വിഷയത്തെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളാണ്. അപ്പൊ അവനോട് തെക്കീതാക്കിയിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവും? ഇല്ല. അവനോട് ഒരു ഉദാഹരണം പറയാം, നിന്റെ സഹോദരൻ വരുന്നുണ്ടോ വരുന്നില്ല, ഒന്നും അറിയാത്ത ഒരാളോട് പറയാറാണ് നിന്റെ സഹോദരൻ വരുന്നുണ്ട്. അപ്പൊ അവിടെ തെക്കീത് വരാതെ പറയാം, തെക്കീത് ഇല്ലാതെ പറയാണ്. കാരണം അവന് ഖാലിദിഹിനാണ്, അവന്റെ മനസ്സിൽ ദിഹിനിൽ ഒന്നുമില്ല അതിനെ കുറിച്ച്. അപ്പൊ അവനോട് തെക്കീത് ഇല്ലാതെ സദാ പോലെ പറയും, തെക്കീതൊന്നും ഇല്ലാതെ പറയും. ആ കലാമിനെ ഇബ്തിദാഇ എന്ന് പറയും. തെക്കീത് കൊടുക്കേണ്ട സാഹചര്യമാണ് തൊലബിയിലും ഇൻകാരിയിലും. തൊലബിയിൽ തെക്കീത് ഒന്ന് കൊടുത്താൽ മതി. എന്താണ്? ഓ മുത്തറദ്ദിദുൽ ഹുക്കുമാക്കുമ്പോൾ, സംശയമുള്ള ആളാകുമ്പോൾ. എന്നാൽ നിഷേധിക്കുന്ന ആളാകുമ്പോൾ 2-3 തെക്കീതൊക്കെ ഏറെ കൊടുക്കേണ്ടി വരും. അതിന് ഇൻകാരി എന്ന് പറയും. ഓക്കെ. ഇതിലുള്ള തൊലബിയും ഇൻഷായിലുള്ള തൊലബിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഒരു ബന്ധമില്ല കേട്ടോ, ഒരു ബന്ധമില്ല. ഒരു ബന്ധമില്ല. ഓക്കെ, ഇൻഷാ അല്ലാ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും. ചോദിച്ചോ. ഉണ്ടാവോ? കേട്ടില്ല. ഓക്കെ, ഇൻഷാ അല്ലാ. ഇനി സ്ലൈഡ് ഒരാൾ ഇൻഷാ വയർതൊലബിന്റെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇൻഷാ വയർതൊലബി എന്നാല് ഈ അംറ് നഹി, അതുപോലെ തന്നെ ദുആ ഇസ്തിഫാം അല്ലാത്ത ഇൻഷാകളുണ്ട്. തഅജ്ജുബ്, മദ്ഹ്, അതുപോലെ തന്നെ തറജ്ജി. അതായത് ഒരു കാര്യം തേടുന്നതല്ലാത്ത രൂപത്തിൽ ഇൻഷാകളുണ്ട്. ഇസ്തിഫാം എന്ന ഒരു കാര്യത്തെ ചോദിക്കാണ്, ദുആ എന്നൊരു കാര്യത്തെ ചോദിക്കാണ്, അംറ് എന്ന കാര്യത്തെ തേടാണ്. അപ്പൊ അതൊക്കെ തൊലബിയാണ്. തൊലബി അല്ലാത്ത ഇൻഷാകളുണ്ട്. തഅജ്ജുബ്, തറജ്ജി, മദ്ഹ്, ഇതിനൊക്കെയാണ് വയറുതൊലബി എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും. എല്ലാവരും ഉഷാറായി പഠിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.